പരിവാദിനികളീലയ കലാ കുതൂഹല സാത്വികീ ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനീ കലാ സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. ശ്രീ ഗുരുഭ്യോ നമഃ. പരിമാണം തതഃ പരിമാണം തതഃ ഓം സദസദോരന്യോന്യ കാര്യകാരണത്വാത് ഓം സദസദോരന്യോന്യ കാര്യകാരണത്വാത് ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ ഓം തദ്വത് തസ്മാത് ഓം തദ്വത് തസ്മാത് ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത് ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത് ഓം സുഖൈകത്വാത് ഓം സുഖൈകത്വാത് ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വ്യാപകതയാ ദിശാമസ്തിത്വാത് ഓം വ്യാപകതയാ ദിശാമസ്തിത്വാത്. സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. സജ്ജനങ്ങൾക്ക് ഏവർക്കും വന്ദനം. വേദാന്ത സൂത്രത്തിൻ്റെ 16ാമത്തെ മന്ത്രം തുടർച്ചയാണ് ഇന്ന് നമ്മൾ മനനം ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂത്രം 16 അഹം മമേതി വിജ്ഞാതഃ മത്തോ നാന്യഃ എന്നുള്ളതിൻ്റെ ആ സൂത്രത്തിൻ്റെ അർത്ഥവും പദച്ഛേദവും അതിൻ്റെ സാരാർത്ഥവുമൊക്കെ വിചാരം ചെയ്തു. അതിനുശേഷം നമ്മൾ ഗുരുവിൻ്റെ കൃതികളിലൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ യാത്ര. ഇന്ന് ഇതിൻ്റെ അവസാന ഭാഗമാണ് സൂത്രം 16. ഓർമ്മിപ്പിക്കുകയാണ്, മുൻപൊക്കെ പറയുന്നത് പോലെ ഓരോ സൂത്രവും കഴിയുമ്പോഴും മുൻപുണ്ടായിരുന്ന, ഇപ്പോൾ പഠന ക്ലാസ് ഇപ്പോൾ ശനിയാഴ്ചയാണെങ്കിൽ നമ്മുടെ ക്ലാസ് ഇന്ന് ഉണ്ട്. അപ്പോൾ രാവിലെ ഇരുന്ന് കുട്ടികൾ മനനം ചെയ്യുന്ന പോലെ തന്നെ ആ ഓരോ സൂത്രത്തിൻ്റെയും അർത്ഥവും പദച്ഛേദവും സാരാർത്ഥവും പഠിച്ചു വേണം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് വരാൻ. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു കണക്ഷൻ കിട്ടുക. കാരണം നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാണ് പിന്നെ ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്മൃതി പദത്തിൽ നിന്ന് എന്താണോ പറഞ്ഞത് അതെല്ലാം പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അതൊന്ന് ഓർക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അഹം മമേതി വിജ്ഞാതഃ മത്തോ നാന്യഃ എന്ന് പറയും. അഹം മമ ഇതി വിജ്ഞാതഃ, ഞാൻ എൻ്റെ
എന്ന് അറിയപ്പെടുന്നതെല്ലാം മത്തോ നാന്യഹ, എന്നിൽ നിന്ന് അന്യമല്ല. ഞാനെന്നും എൻ്റേതെന്നും അറിയപ്പെടുന്നതെല്ലാം, അപ്പോൾ എൻ്റേതെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യും കാലും കണ്ണും മൂക്കും ശരീരവും മാത്രമല്ല, എൻ്റേതാക്കി നമ്മളിവിടെ എന്തെല്ലാം എടുത്തു വച്ചിട്ടുണ്ടോ, എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ സമ്പത്ത്, അങ്ങനെ എൻ്റെ മിത്രങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഈ ഞാനിനോട് ചേർത്ത് വെച്ചിട്ടുണ്ടോ, അതെല്ലാം ആ പരമമായ സത്യത്തിൽ നിന്നും ഭിന്നമല്ല എന്നാണ് നമ്മളിവിടെ ചിന്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അസത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സത്യത്തെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അത് അതായത് പ്രതീതികളുടെ ഭാഗത്ത് നിന്നും സത്യത്തെ നമ്മൾ കണ്ടെത്തുന്ന ചിന്താരീതിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സത്തിനെ പരിശോധിച്ചു, ബ്രഹ്മവിവാഹം എന്ന ഫൈനൽ തീരുമാനത്തിൽ നമ്മൾ എത്തി. ഇനി അസത്തിനെ, ഈ കാണുന്ന പ്രപഞ്ചത്തെ നമ്മൾ ഓരോന്നായി വിശകലനം ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു വരുമ്പോഴും നമ്മൾ എത്തിച്ചേരുന്നത് ആ പരമമായ സത്യത്തിൽ തന്നെയാണ് എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ആ അസത്തിൻ്റെ ഭാഗത്ത് നിന്ന് പ്രപഞ്ച സത്യത്തെ അല്ലെങ്കിൽ പരമസത്യത്തെ വിചാരം ചെയ്യുന്നതിൻ്റെ അന്തിമ സൂത്രമാണ് സൂത്രം 16. ഇനി അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്നത് അസത്താണ്. എൻ്റേതെന്ന് എന്തെല്ലാം പറയുന്നു അതുമെല്ലാം അസത്താണ്. ഞാൻ എന്നത് അസത്താണെന്ന് പറഞ്ഞാൽ ഞാൻ ആ പരമസത്യത്തിൽ നിന്നും ഭിന്നമല്ല എന്നാണ് അർത്ഥം കൊടുക്കേണ്ടത്. എൻ്റേതായി ഞാൻ എന്തെല്ലാം കരുതി വെച്ചിട്ടുണ്ടോ അതും എല്ലാം ആ സത്യത്തിൽ നിന്ന്, അതും അസത്താണ് എന്ന് പറഞ്ഞാൽ അതിൽ പരമസത്യത്തിൽ നിന്ന് ഭിന്നമായതല്ല എന്നർത്ഥം. അപ്പോൾ എല്ലാ എൻ്റേതുകൾക്കും അധിഷ്ഠാനമായിരിക്കുന്നത് ബ്രഹ്മസത്യമാണ് എന്നാണ് അറിയേണ്ടത്. ഈ അധിഷ്ഠാന സത്തയിൽ നിന്നും അന്യമായി ഞാൻ എന്നതിനോ എൻ്റേതെന്നതിനോ ഒരു ഉണ്മയില്ല എന്നാണ് ഈ സൂത്രം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഞാനിനും എൻ്റേതുകൾക്കും ആ പരമമായ സത്യത്തിൽ നിന്നും ഭിന്നമായ ഒരു അധിഷ്ഠാനമില്ല എന്നുള്ളതാണ്. ഇത് വളരെ ഒരു വേദാന്തം പുറത്തുള്ള എന്തിനോ ഒന്നിനെ ഗ്രഹിക്കുന്നത് പോലെ അല്ല ഗ്രഹിക്കേണ്ടത്. അല്പം സൂക്ഷ്മബുദ്ധിയോടുകൂടി ഇത് ഞാൻ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ, ഞാനൊരു ശരീരത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ശരീരം എന്താണ്, എൻ്റെ പ്രപഞ്ചം എന്താണ്, അതിനെ നമുക്ക് എങ്ങനെയാണ് പരമമായ സത്യത്തോട് ചേർത്ത് വെച്ച് പഠിക്കാനാവുക? അത് നമുക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സൂക്ഷ്മതയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരില്ല. അത് ഏത് സൂത്രം വിചാരം ചെയ്യുമ്പോഴാണ് എന്നിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഏത് ഗുരുദേവകൃതി പഠിക്കുമ്പോഴാണോ അത് എന്നിലേക്ക് തെളിയുക എന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ഓരോ സൂത്രങ്ങളും മഹാഗുരുവിനെ ആ ചിന്ത ചെയ്തുകൊണ്ട് ഓരോ സൂത്രങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിക്കും വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് വിചാരം ചെയ്താൽ നമുക്ക് മനസ്സിലാകും, സകലതിനും, നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും രാഗത്തിനും ദ്വേഷത്തിനും സകലതിനും കേന്ദ്രബിന്ദുവായിരിക്കുന്നത് നാം ഓരോരുത്തരും തന്നെയാണ്, അവരവർ തന്നെയാണ്. കാരണം നാം അറിയുന്ന വിഷയങ്ങളെ നമ്മൾ എന്താ ചെയ്യണത്? എൻ്റെ അറിവിന് വിഷയമായവ എന്ന രീതിയിലാണ് നമ്മൾ വ്യവഹരിക്കുന്നത്. നമ്മൾ എന്ത് വിഷയം ഈ ഭൗതിക പ്രപഞ്ചത്തിൽ അറിയുന്നുവോ അതെല്ലാം എൻ്റെ അറിവിന് വിഷയമായത്, ഞാൻ അറിയുന്നു എന്ന രീതിയിലാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. പക്ഷെ ആകെ സമഷ്ടിയുടെ ഭാഗമായിരിക്കുന്ന ഒരു അംശമാണ് ഞാനെന്നും ആ സമഷ്ടിയിലുള്ളതിൻ്റെ ഒരംശമാണ് ഞാനെന്നുള്ള രീതിയിലല്ല നമ്മൾ ചിന്തിക്കുന്നത്. എന്ത് ചിന്തിച്ചാലും എൻ്റെ അറിവിന് അല്ലെങ്കിൽ എൻ്റേതുകൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ വിഷയത്തെയും ഈ കണക്കാക്കുന്നത്. അങ്ങനെ നമ്മൾ എൻ്റേത് ചേർത്താണ് നമ്മൾ അറിവിനെ പോലും പറയുന്നത്. എൻ്റെ അറിവ് എന്ന് ചേർത്താണ് നമ്മൾ അറിവിനെ പോലും പറയുന്നത് എന്നർത്ഥം. അപ്പോൾ അങ്ങനെ അറിയുന്നവയിൽ നമുക്കിഷ്ടം തോന്നുന്നവയെ നമ്മൾ എൻ്റെ ആണെന്ന് കരുതി എന്നോട് ചേർത്ത് വയ്ക്കും. നമുക്കിഷ്ടം തോന്നാത്തവയെ നമ്മൾ എൻ്റേതല്ല എന്ന് കരുതി അവയോട് വെറുപ്പും രാഗവും ദ്വേഷവും ഒക്കെ നമ്മൾ സൂക്ഷിക്കും. അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഇത്രത്തോളം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 60ാമത്തെ ശ്ലോകം ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് പഠിക്കാം. അറിവിനെയും മമതയ്ക്കധീനമാക്കി
പറയുമിതിൻ പരമാർത്ഥമോർത്തിടാതെ പറകിലും പരതത്വമെന്ന പോലെ ഈ അറിവറിയുന്നവൻ അന്യമാകുകയില്ല. അവിടെ കോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആത്മോപദേശ ശതകം 60. നമുക്കൊരു റെഫറൻസ് ടെസ്റ്റാണ് ആത്മോപദേശ ശതകം. ഗുരുവിൻ്റെ കൃതികളുടെ റെഫറൻസ് ആണത്. അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയുമിതിൻ പരമാർത്ഥമോർത്തിടാതെ പറകിലും പരതത്വമെന്ന പോലെ ഈ അറിവറിയുന്നവൻ അന്യമാകുകയില്ല. നമുക്ക് ഈ ശ്ലോകം എപ്പോഴാണ് ക്ലിയർ ആകണേന്ന് പറഞ്ഞാൽ ഈ സൂത്രത്തോട് ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് നമുക്കിത് ക്ലിയർ ആവുന്നത്. അപ്പോൾ ഗുരു പറയേ, അറിവിനെയും, അറിവെന്ന് പറഞ്ഞാൽ ബോധം, ബ്രഹ്മം, ആ അറിവിനെയും എന്ത് നമ്മൾ ഈ ലോകത്ത് അറിയുന്നുവോ ആ ഈശ്വര സത്യയുടെ വെളിച്ചത്തിൽ നിന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ആ അറിവിനെയും ഞാൻ എൻ്റേത് എന്ന മമതയ്ക്ക് അധീനമാക്കിയാണ് നമ്മൾ പറയണത്. ഞാൻ അറിഞ്ഞു, ഞാൻ കെമിസ്ട്രി പഠിച്ചു, ഞാൻ ഫിസിക്സ് പഠിച്ചു, ഞാൻ വേദാന്ത സൂത്രം പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്നത് കണ്ടു, ഞാൻ ഇന്ന ക്ലാസ്സിൽ പോയി. അപ്പോൾ അവിടെയൊക്കെ കേന്ദ്രബിന്ദു ഞാനാണ്. ആ അറിവിനെ, പരമമായ ആ സത്യത്തെ എൻ്റേതാക്കിയാണ് നമ്മളെല്ലാവരും പറയാം. മമത എന്ന് പറഞ്ഞാൽ എൻ്റേത്, മമതയ്ക്ക് അധീനമാക്കി എന്ന് പറഞ്ഞാലോ ആ മമതയിൽ പെടുത്തിക്കൊണ്ടാണ് നമ്മളെല്ലാവരും പറയുന്നത്. എന്നിട്ട് ഗുരു പറയേ, ഇതിൻ പരമാർത്ഥമോർത്തിടാതെ. ഇതിൻ പരമാർത്ഥം? ബോധവും താനും, അറിവും താനും രണ്ടല്ല, ഒന്നാണ്. അറിവല്ലാതെ വേറെ ഒന്നുമില്ല, അതിൽ നിന്ന് ഭിന്നമായി ഞാനില്ല. അങ്ങനെ മനസ്സിലാക്കാം. അവിടെ ഒത്തിരി സൂക്ഷ്മതയാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനും അറിവും രണ്ട് ദ്വൈതം വന്നത് എപ്പോഴാണ്? നമ്മളെ ഈ ത്രിപുടിയിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് ആത്മചൈതന്യം പ്രതിബിംബിച്ചപ്പോഴാണ് നമുക്ക് ദ്വൈതം വന്നത്. അപ്പോൾ ഇവിടെ അറിവല്ലാതെ ഒന്നുമില്ല. ഇതിൻ പരമാർത്ഥം ഓർത്തിടാതെ എന്ന് പറഞ്ഞാൽ എന്താ? പരമമായ സത്യത്തിൽ നിന്നും ഭിന്നമല്ല ഞാൻ, ആ സത്യം തന്നെയാണ് ഞാൻ എന്നറിയാതെ എന്നർത്ഥം. അപ്പം അറിവിനെ ഞാൻ എൻ്റേത് എന്ന മമതയ്ക്ക് അധീനമാക്കി പറയും. ഗുരു പറയുക, എന്തറിയാതെ? ഇതിൻ പരമാർത്ഥം ഓർത്തിടാതെ. എന്തിൻ്റെ പരമാർത്ഥം? ഞാനും ആ പരമമായ സത്യവും ഒന്നാണ്, ഭിന്നമല്ല എന്ന പരമാർത്ഥം ഓർത്തിടാതെ പറകിലും. നമ്മളൊക്കെ അങ്ങനെ പറയുക. എന്ത് വ്യവഹരിച്ചാലും നാം ഞാനും എൻ്റേതുമൊക്കെ ചേർത്താ പറയുന്നത്. അപ്പോൾ ഈ ഞാൻ ആ സത്യത്തിൽ നിന്നും ഭിന്നമല്ല എന്നാണ് ഗുരു പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഗുരു പറയാണ്, അങ്ങനെ പറകിലും നമ്മളെല്ലാവരും പറയാറുണ്ട് അങ്ങനെ. കാരണം നമ്മൾ സത്യസാക്ഷാത്കാരം നേടിയവരല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ദ്വൈതത്തിലേ സംസാരിക്കുകയുള്ളൂ. കാരണം നമ്മൾ ശരീരത്തിൽ വന്നിരിക്കുന്നവരാണ്. ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ രാഗദ്വേഷങ്ങൾക്കനുസരിച്ച് മാത്രമേ നമ്മുടെ വ്യവഹാരം വരുള്ളൂ. അപ്പോൾ ഗുരു പറയാണ്, അങ്ങനെ പറയിലും ആ പരതത്വം എന്ന പോൽ പരമസത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ അറിയുന്ന ആ സാക്ഷാത്കരിക്കാൻ പോയ ആള് ആ സാക്ഷാത്കൃത വസ്തുവായി മാറും. അറിയാൻ പോകുന്നവൻ അറിവായി മാറുന്നത് പോലെ, പരതത്വം എന്ന പോലെ, ആ പരമസത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്നതുപോലെ അറിവ് അറിയുന്നവൻ അന്യമാകുകയില്ല. എന്ത് കൃത്യമായിട്ട് ഗുരു പറഞ്ഞേക്കണം. ഇതിനെന്തിനാ നമ്മൾ വലിയ ക്ലേശിച്ച് ടഫായിട്ട് കൊണ്ടുപോകണേന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. വളരെ ലളിതമായ ഭാഷയിൽ, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഗുരു ഓരോ ശ്ലോകവും നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ പരതത്വത്തെ സാക്ഷാത്കരിക്കുമ്പോൾ എങ്ങനെയാണോ അറിയുന്നവൻ അറിവായി മാറുന്നത്, അതുപോലെ അറിവ് അറിയുന്നവന് അന്യമാകുകയില്ല. എന്ത് നമ്മൾ നേടിയാലും ആ അറിവ് നാം തന്നെയാണ്, നമ്മളുടെ ബോധമാണ്. അറിവെന്നതു നീ, അതു നിന്നറിവിട്ടറിയപ്പെടുമെന്നതായി എന്ന് ഗുരു അറിവിൽ പറഞ്ഞു. നിന്റെ ബോധത്തിലാണ് എല്ലാ വസ്തുവും തെളിയുന്നത്. ആ ബോധത്തിൽ നിന്ന് ഭിന്നമല്ലാതെ നീ ഇല്ല. ഭിന്നമല്ല നീ, അത് തന്നെയാണെന്ന് അർത്ഥം. അപ്പോൾ ഏത് വസ്തുവിനെ നമ്മൾ അറിയുമ്പോഴും നമ്മുടെ ബോധത്തിലാണ് അത് അറിയണത്. അത് നമ്മളിൽ നിന്ന് ഭിന്നമല്ല എന്നുള്ളതാണ്. അപ്പോൾ 60ാമത്തെ ശ്ലോകം ഒന്ന് കോട്ട് ചെയ്യണം. അറിവിനെയും മമതയ്ക്കധീനമാക്കി മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ എന്തറിഞ്ഞാലും ആ അറിവിനെയെല്ലാം നമ്മൾ എൻ്റേത് എന്ന ആ മമത എൻ്റേതുകളോട് കൂട്ടിച്ചേർത്ത് വെച്ച് പറയും. ഇതിൻ പരമാർത്ഥമോർത്തിടാതെ. ഏതിൻ്റെ പരമാർത്ഥം? ഞാനും അറിവും രണ്ടല്ല, ഒന്നാണ് എന്ന പരമാർത്ഥം അറിയാതെ പറകിലും നമ്മളെല്ലാവരും വ്യവഹരിക്കുമെങ്കിലും ആ പരതത്വം എന്ന പോലെ പരമസത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ രണ്ടും ഒന്നായി മാറുന്നവൻ, അറിയുന്നവൻ അവിടെ ഇല്ല, അറിവ് മാത്രമേ ഉള്ളൂ. അതുപോലെ അറിവ് അറിയുന്നവൻ അന്യമാകുകയില്ല. നമ്മളെല്ലാവരും അറിവേ സ്വരൂപമാണെന്ന് ഗുരു പറഞ്ഞു തന്നു. നാം ശരീരമല്ല, അറിവാകുന്നു എന്ന് ഗുരു നമ്മളോട് പറഞ്ഞത്
അതിൻ്റെ വിശദീകരണമാണ് ഈ ആത്മോപദേശ ശതകത്തിലൂടെയൊക്കെ നമുക്ക് തരുന്നത്. അത് സൂത്ര രൂപത്തിലാക്കി വെച്ചിരിക്കുന്നതാണ് വേദാന്ത സൂത്രവും. അതുപോലെ തന്നെ ജ്ഞാനദർശനം 9. ജ്ഞാനദർശനം ഏത് കൃതിയിലാണ് പറഞ്ഞതെന്ന് അറിയാമോ? ദർശനമാലയിലെ ജ്ഞാനദർശനം 9ാമത്തെ ശ്ലോകം വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അങ്ങനെയൊക്കെയാണ് അതിന് ഒന്ന് സ്പെസിഫൈ ചെയ്ത് പഠിക്കുകയുള്ളൂ. അതായത് അവിടെ ജീവജ്ഞാനവും ഇന്ദ്രിയജ്ഞാനവും ഗുരു നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ജ്ഞാനദർശനത്തിൽ 9ാമത്തെ ശ്ലോകം എന്ന് വെറുതെ കോട്ട് ചെയ്ത് വെക്കുക, റെഫർ ചെയ്ത് പഠിക്കണം. അഹം മമേതി ജ്ഞാനം യദിദം തദിതി യച്ഛ തത് ജീവജ്ഞാനം തദപരം ഇന്ദ്രിയജ്ഞാനമിഷ്യതി. ലളിതമാണത്, വാക്കുകൾ കേട്ടൊന്നും പേടിക്കണ്ട. അഹം മമ ഇതി ജ്ഞാനം യത് തത്. നോക്കിക്കേ, അഹം മമ ഇതി ജ്ഞാനം, ഞാനെന്നും എൻ്റെ എന്നുമുള്ള യത് ജ്ഞാനം, യാതൊരു അറിവുണ്ടോ. ഞാനെന്നും, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, മമ എന്ന് പറഞ്ഞാൽ എൻ്റെ, ഞാൻ എൻ്റെ ഇതി ജ്ഞാനം, ഇങ്ങനെയുള്ള ജ്ഞാനം യത് യാതൊന്നുണ്ടോ അതിനെയാണ് ജീവജ്ഞാനം എന്ന് പറയുക. ജീവൻ അറിയുക, ആ അറിവ് ജീവന്റെ അറിവാണ്. നമ്മളിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്ന ആത്മചൈതന്യ അംശത്തിന്റെ അറിവാണ് ഞാൻ എന്നും എൻ്റെ എന്നും പറയുന്നത്. അപ്പോൾ ജീവജ്ഞാനം ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ടീച്ചർക്ക് ക്വസ്റ്റ്യനൊക്കെ ഇടാൻ എളുപ്പമാണ്. നിങ്ങൾ അത് ഇപ്പോഴേ തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. ടീച്ചർ അത് ഇപ്പം തന്നെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവും. അഹം മമ ഇതി ജ്ഞാനം, ഞാൻ എൻ്റേത് എന്ന് പറയുന്ന ജ്ഞാനം ജീവജ്ഞാനമാണ്. നോക്കൂ, ഇതം തത് ഇതി ച യത് ജ്ഞാനം. ആദ്യം അഹം മമ ഇതി ച യത് ജ്ഞാനം തത് ജീവജ്ഞാനം. അടുത്ത വരിയിൽ പറയാണ് ഇതം തത്. ഇതെന്ന് പറഞ്ഞ ഇത്, തത് എന്ന് പറഞ്ഞ അത്. അപ്പൊ അവിടെ നമ്മൾ ഇത് അത് അവിടെ നമ്മൾ ഈ പ്രപഞ്ചം എന്നും ബ്രഹ്മസത്യം എന്നുള്ള അർത്ഥമല്ല ഇവിടെ. സാന്ദർഭികമായി ആ വാക്കിന്റെ അർത്ഥം എടുത്താൽ മതി. നമ്മൾ ആദ്യം വേദാന്ത സൂത്രത്തിൽ ഇതം തത് എന്ന് പറഞ്ഞ അർത്ഥമല്ല ഇവിടെ. ഇതം തത് ഇത് അത് എന്നൊക്കെ നമ്മൾ കോമൺലി പറയാറില്ലേ സാധാരണ. അത് ഈ അതെന്താ പറയാ, ഇതം തത് എന്ന് പറയുന്നത് അത് ആദ്യത്തേതിൽ നിന്നും, തത് അപരം എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം പറഞ്ഞ ജീവജ്ഞാനത്തിൽ നിന്നും ഭിന്നമായ ഇന്ദ്രിയജ്ഞാനമാണ്. ഇത് അത് എന്നൊക്കെ നമ്മൾ തൊട്ടു നോക്കി കണ്ടും മനസ്സുകൊണ്ട് ചിന്തിച്ചും ഒക്കെ പറയുന്ന ജ്ഞാനത്തിനെ ഇന്ദ്രിയജ്ഞാനം എന്ന് പറയും. അപ്പോൾ അഹം മമ എന്ന് പറയുന്ന ജ്ഞാനം ഏത് ജ്ഞാനം എന്ന് പറഞ്ഞ ജീവജ്ഞാനവും, ഇതം തത് എന്ന് പറയുന്ന ജ്ഞാനം ഇന്ദ്രിയജ്ഞാനമാണെന്നും ഗുരു പറയുന്നു. ആ സൂത്രം എടുത്തു വെച്ചിട്ട് വേദാന്ത സൂത്രത്തിൻ്റെ ആ സൂത്രത്തോട് റെഫർ ചെയ്ത് ജ്ഞാനദർശനം 9 വായിക്കാൻ അറിയില്ലാത്തവര് പെട്ടെന്ന് ദർശനമാല മറിച്ച് ജ്ഞാനദർശനത്തിൽ 9ാം സൂത്രം എത്തിയിട്ട് അതൊന്ന് വായിക്കുക. അഹം മമേതി എന്ന് പറഞ്ഞാൽ അഹം മമ ഇതി മമേതി, അഹം മമേതി ജ്ഞാനം യദിദം, അത് പിരിക്കുമ്പോൾ യത് ഇതം യദിദം തത് ഇതി തദിതി യദിദം തദിതി യച്ഛ യത് ച യച്ഛ തത്. കുറച്ച് വാക്കുകളെ ഗുരു കൂട്ടി വെച്ചേക്കാണ്. അനുഷ്ഠുപ വൃത്തത്തിലായതുകൊണ്ട് ആ വൃത്താനുസാരിയായി രചിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ വളരെ ചുരുക്കിയിട്ട് ഏറ്റവും കുറവ് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും വലിയ ആശയത്തെ ഗുരു തരിക. യദിദം തദിതി യച്ഛ തത് ജീവജ്ഞാനം തദപരമിന്ദ്രിയജ്ഞാനം ഇഷ്യതേ പറയപ്പെടുന്നു. ആദ്യത്തേതിൽ നിന്നും ഭിന്നമായ ഇന്ദ്രിയജ്ഞാനം എന്ന് പറയുന്ന എന്തിനെയാണ്? ഇതം തത് എന്ന് പറയുന്നതിനെ ഇന്ദ്രിയജ്ഞാനമെന്നും അഹം മമ എന്ന് പറയുന്നതിനെ ജീവജ്ഞാനമെന്നും പറയുന്നു എന്ന് ഗുരു അവിടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഗുരു വളരെ വളരെ ലഘുവായിട്ട് ലളിതമായി ഒന്ന് പറഞ്ഞു വെച്ചതാണ്. നമ്മളെല്ലാം അറിയേണ്ടത് ഇവിടെ ബ്രഹ്മസത്യമല്ലാതെ ഒന്നുമില്ല എന്ന് നമ്മൾ ഈശാവാസ്യം തുടക്കത്തിൽ തന്നെ പഠിച്ചിട്ട് പോന്നതാ. ഈശാവാസ്യം ഇതം സർവം, ഈ കാണുന്ന സകലതും ഈശൻ തന്നെയാണ്. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിക്ക മുക്തനായി എന്നവർ. ഒരു ബന്ധവും ബന്ധനങ്ങളും ഇവിടെ ഇല്ല. സർവത്ര ഈശ്വരനല്ലാതെ ബ്രഹ്മസത്യമല്ലാതെ ഒന്നുമില്ല. ഓരോ അണുവിലും ആ സത്യം മാത്രം വ്യാപ്തമായിരിക്കുന്നു എന്ന് ഗുരു ഈശാവാസ്യത്തിലെ നമുക്ക് തർജ്ജമയിലൂടെ പറഞ്ഞു തന്നു. അതുപോലെ കൈവല്യോപനിഷത്തിലെ 19ാം ശ്ലോകത്തിൽ കൈവല്യോപനിഷത്ത്, കാരണം ഇത് ഗുരു എന്തിനാ ഇങ്ങനെ വേദങ്ങളും ഉപനിഷത്തുക്കളും കോട്ട് ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ഈ സൂത്രം വേദാന്ത സൂത്രമാണ്. ഉപനിഷത്തിനെ ഗുരു സൂത്രരൂപത്തിൽ നമുക്ക്
വേദത്തെ തന്നെ 24 സൂത്രങ്ങളിൽ തന്നേക്കണാണ്. അതുകൊണ്ടാണ് ഇത് വേദത്തിൽ എവിടെയാ കിടക്കണേ എന്നുള്ളതൊന്ന് സ്പെസിഫൈ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. കൈവല്യ ഉപനിഷത്തിലെ 18-ാം സൂത്രത്തിൽ ഞാൻ ആത്മാവ് സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് 19-ാം സൂത്രം എത്തുമ്പോൾ പറയുന്നുണ്ട് മയ്യേവ സകലം ജാതം. മയി ഏവ, മയി എന്ന് പറഞ്ഞ എന്നിൽ, മയി എന്ന് പറഞ്ഞ അഹം എന്നുള്ളതിൻ്റെ സപ്തമി വിഭക്തിയാണ്, ഏകവചനമാണ്. മയി എന്നിൽ, അഹം ഞാൻ, മയി എന്നിൽ. മയി ഏവ സകലം ജാതം. മയ്യേവ 2 യായാണ് കേട്ടോ. മയ്യേവ സകലം ജാതം മയി സർവം പ്രതിഷ്ഠിതം. എന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. എല്ലാം എന്നിൽ പ്രതിഷ്ഠാപിതമായിരിക്കുന്നു, നിലനിൽക്കുന്നു. എന്നിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ടായി, എന്നിൽ തന്നെ എല്ലാം നിലനിൽക്കുന്നു. മയി സർവം ലയം യാതി. ഇനി മയി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പഠിച്ചോളണം, എന്നിൽ എന്നാണ്. അഹം എന്നതിൻ്റെ വാക്കിൻ്റെ സപ്തമിയാണ്. അഹം ഞാൻ, മയി എന്ന് പറഞ്ഞ എന്നിൽ. മയി സർവം ലയം യാതി. യാതി എന്ന് പറഞ്ഞ എന്നിലേക്ക് എല്ലാം ലയിച്ചു പോകുന്നു. എന്നിൽ നിന്നുണ്ടാകുന്നു, എന്നിൽ നിലനിൽക്കുന്നു, എന്നിലേക്ക് ലയിക്കുന്നു. തദ് ബ്രഹ്മ അദ്വയമസ്മ്യഹം. തദ് ബ്രഹ്മ, അദ്വയമായ ആ ബ്രഹ്മം ഞാൻ തന്നെയാണ്. അദ്വയമായ ആ ബ്രഹ്മം ഞാൻ തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി. ഞാൻ ആ ബ്രഹ്മം തന്നെയാണെന്ന് കൈവല്യോപനിഷത്തിൽ 19-ാം മന്ത്രത്തിലൂടെ പറയുന്നു. മയ്യേവ സകലം ജാതം മയി സർവം പ്രതിഷ്ഠിതം മയി സർവം ലയം യാതി തദ് ബ്രഹ്മാദ്വയമസ്മ്യഹം. തത് ബ്രഹ്മ അദ്വയം അസ്മി അഹം. ആരെങ്കിലും എഴുതണുണ്ടെങ്കിൽ എഴുതിക്കോട്ടെ എന്ന് കരുതിയാണ് സ്ലോ ആയിട്ട് പറയണം. തദ് ബ്രഹ്മാദ്വയം അസ്മ്യഹം. ഇരിക്കുമ്പോൾ തത് ബ്രഹ്മ അദ്വയം അസ്മി അഹം. അഹം തത് അദ്വയം ബ്രഹ്മ അസ്മി. ഞാൻ ആ അദ്വയമായ ബ്രഹ്മം തന്നെയാകുന്നു എന്ന് ഗുരു പറയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ആത്മോപദേശ ശതകത്തിലെ 12-ാമത്തെ സൂത്രം കേട്ടോ, 12-ാമത്തെ മന്ത്രം ശ്ലോകം. തൊലിയുമെലുമ്പുമലം ദുരന്തമന്തക്കലകളുമേന്തുമഹന്തയൊന്നു കാൺക. പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്തവരാ വരം തരേണം. നമ്മൾ ഇതിനെ പല 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 രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ പറയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥ വളരെ 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 ദയനീയമാണ്. ഒരു തൊലി കൊണ്ട്, മിനുത്ത ഒരു തൊലി കൊണ്ട് ഇതിനെ മൂടി വെച്ചില്ലായിരുന്നു എങ്കിൽ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ നമ്മളെ മറ്റ് ജീവികൾ കൊത്തിക്കൊണ്ടു പോകുമായിരുന്നു. അത്രയും മാംസമയമായ ആ തൊലിയും എല്ലും മജ്ജയും മേധസ്സും മാംസവും രക്തവും ശുക്ലവും ശോണിതം തുടങ്ങി 7 മലങ്ങൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ ഈ ശരീരം, ഗുരു അതിന് പേരിട്ടേക്കണ നാറും നളിക എന്നാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദ്രവങ്ങളൊന്നും തന്നെ അത്ര നല്ലതല്ല. ദുർഗന്ധം വമിക്കുന്നവയായ ഈ നാറുന്ന നളികയിലേറിയാണ് നമ്മളിങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗുരു പറയാണ്, ഇങ്ങനെ ഈ എല്ലും തോലും തുടങ്ങി സപ്തധാതുക്കൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ ശരീരവും അന്തക്കലകൾ ദുരന്തം, അത് എപ്പോഴും നശിച്ചു പോകുന്നതാണ്. ദുഃഖേന അന്തം, ദുരന്തം, അത് നശിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ അന്തക്കലകൾ, എണ്ണമറ്റ അന്തക്കലകളോട് കൂടിയവയും, പിന്നെ സൂക്ഷ്മ ശരീരമായ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇതിനോടൊക്കെ കൂടിയ ഈ ശരീരം അന്യയാണ്, നശിച്ചു പോകുന്നതാണ്, അത് പൊലിഞ്ഞു പോകുന്നതാണ് എന്ന് പറയുന്നത്. പൊലിയും അന്യയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട, ഗുരു പറയണ പൂർണ്ണമാകും ആ മഹാസത്യത്തെ, പരമസത്യത്തെ നമ്മൾ അറിയുമ്പോൾ ഈ ശരീരം നമ്മളിൽ നിന്ന്, ഈ ശരീരബോധം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. പരമസത്യത്തെ അറിയുമ്പോൾ ഈ ശരീരത്തിൻ്റെ ക്ഷണികതയെയും നശ്വരതയെയും നമ്മൾ മനസ്സിലാക്കും.
അപ്പോൾ നമ്മളിങ്ങനെ ഈ ശരീരത്തെയും മനസ്സിനെയൊക്കെ ഉണ്ടാക്കി, ആ സത്യമാണല്ലോ ആദ്യം അന്ധകരണത്തിലേക്ക് തെളിഞ്ഞത്. ആ ഈശ്വര പ്രതിബിംബമാണ് നമ്മുടെ അന്ധകരണത്തിലേക്ക് പ്രതിബിംബിച്ച ബോധാംശം. അവിടെ തുടങ്ങിയാണ് ഓരോന്നായി ഉണ്ടായി വന്നത്. അന്ധകരണം വന്നതും ഇന്ദ്രിയങ്ങൾ വന്നതും ശരീരം വന്നതും ശരീരം കൊണ്ട് അറിയുന്ന പ്രപഞ്ചം വന്നതെല്ലാം ആ പരമാത്മ സത്യം എന്ന അടിത്തറയിൽ നിന്നാണ് ഉണ്ടായത്, സങ്കല്പിച്ചുണ്ടാക്കിയത്. അപ്പോൾ ഇതിനെല്ലാം സങ്കല്പിച്ചത് ഞാൻ, ഉണ്ടാക്കിയത് ഞാൻ എന്ന അഹംബോധമാണ്. ഞാൻ എന്ന ജീവനാണ്. ജീവനിൽ നിന്നാണ് ഓരോന്നായി ഈ ഈ ശരീരം, നമ്മളെ പ്രപഞ്ചമടക്കം നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണാനുഭവം ഉണ്ടാകുമ്പോൾ പൊലിഞ്ഞു പോകുന്ന ഗുരു പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അഹന്ത ഇല്ലാണ്ടാകും. പൂർണ്ണതയിലെ എത്തുമ്പോൾ, പരമസത്യത്തിൻ്റെ അടിത്തറയിലാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് അറിയുമ്പോൾ നമ്മളുടെ ആ എന്താ പറയുക, അഹന്ത മാറിപ്പോകും. ഈ അഹന്ത നശിച്ചാൽ എന്താ പറയണത്? അവിദ്യ നശിക്കുമ്പോൾ അഹംബോധം, ഞാനെന്ന ജീവൻ പൂർണ്ണതയെ പ്രാപിക്കും. ഇപ്പം നമ്മൾ ഇരുളിലിരുന്ന് അറിയുന്നവരാ. അജ്ഞാനത്തിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ കേൾക്കണ പോലും ഇരുട്ടിലിരുന്നു കൊണ്ടാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുന്നത് അത്രയും നമ്മളുടെ കർമ്മവാസനാന്വിതമായ ഇരുട്ടിൽ ആണ് ഈ ജീവൻ ഇരിക്കുന്നത്. അപ്പം അതിലിരുന്നു കൊണ്ടാണ് നമ്മൾ വ്യവഹരിക്കുന്നത്. പക്ഷേ അതിലിരുന്ന് നാം വ്യവഹരിക്കുമ്പോൾ നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ഈ ശരീരവും ഇന്ദ്രിയങ്ങളും അതുകൊണ്ട് അറിയുന്ന ഈ പ്രപഞ്ചവും എല്ലാം പരമസത്യത്തിൻ്റെ അധിഷ്ഠാനത്തിൽ ഉണ്ടായ പ്രതീതി മാത്രമാണെന്ന് അറിയുമ്പോൾ നമ്മൾക്ക് ഗുരു പറയാണ് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തും. പൂർണ്ണതയിലെത്തുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ദൈവമാണ്, ഞാൻ അധികം സിദ്ധിവിശേഷങ്ങളുള്ള ഒരാളാണ് എന്നൊക്കെ ഒരു ആ ജീവൻ ഉണ്ടാകുന്ന ഒരു അനുഭവമാണത്, പൂർണ്ണനാണെന്ന്. ആ വലിയ അഹന്തയും കരുണയോടെ ഇല്ലാതാക്കി തരണേ. ആ വലിയൊരു അഹന്ത, ഞാൻ എല്ലാത്തിനും അതീതനായിരിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു വ്യക്തിയാണെന്നുള്ളൊരു ചിന്ത. കാരണം പരിപൂർണ ലയം വന്നിട്ടില്ല ജീവന്, സത്യം അറിഞ്ഞെന്നേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഒരു ജീവന് സിദ്ധിവിശേഷങ്ങളും ഈ ലോകത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. അവൻ്റെ ചിന്തയ്ക്കനുസരിച്ച് കാര്യം നടക്കും. പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാൻ പറ്റും. അണുവായും മഹത്തായും ഒക്കെ മാറാൻ സാധിക്കും. പിന്നെ പരഹൃദയ ജ്ഞാനം ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വലിയ ജ്ഞാനം, മഹാജ്ഞാനം, ഒരു സിദ്ധികൾ ഈ പരമസത്യത്തോട് അടുക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഗുരു പറയണത് വലിയൊരു അഹന്ത വരാവരം തരേണം. അപ്പം നമ്മളിപ്പോൾ ഈ വലിയ അഹന്ത പോലും വരരുത് എന്ന് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഗുരുവിനെ നമ്മൾ ഒരു പ്രസംഗത്തിൻ്റെ വിഷയം പോലും ഇടുമ്പോൾ ഗുരുവിൻ്റെ സിദ്ധിവിശേഷങ്ങൾ എന്നാണ്, ഗുരുവിൻ്റെ ഈശ്വരീയ ഭാവം എന്നൊക്കെ ഇടണത്. ഇനി പഠിച്ച് വരുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നമ്മൾ റിജക്റ്റ് ചെയ്യണം. കാരണം ഗുരു ഒരിക്കലും സിദ്ധിവിശേഷ കാണിക്കാനായി ഈ ലോകത്തേക്ക് വന്ന സിദ്ധിജാലക്കാരനൊന്നുമല്ല. എപ്പോഴെങ്കിലും ഗുരു അത് ലോകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏഴകളുടെ കണ്ണീര് കാണുമ്പോൾ മാത്രമാണ് പ്രവർത്തിച്ചേക്കുന്നത്. അതും നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നാണ് ഗുരു പറയണതും. അപ്പോൾ ഇതെല്ലാം ഒരു പരമസത്യത്തോടടുക്കുന്ന ഒരു ജീവൻ മുക്തനുണ്ടാകുന്ന അനുഭവമാണ്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, ഞാനെന്ന ഭാവം അത് തൊന്നായിക വേണമിക, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ എന്നൊക്കെ സാധാരണ പ്രാർത്ഥനയിൽ പോലും എഴുത്തച്ഛൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാനെന്ന ഭാവം എനിക്ക് ഒട്ടും തോന്നരുത്. തോന്നിയാൽ ഇക്കാണുന്നത് എല്ലാതുമായിരിക്കുന്നത് ഞാനാണെന്ന് തോന്നിക്കണേ ഭഗവാനെ. അതുകൊണ്ടാണ് ഗുരു പറയണത് വലിയൊരു അഹന്ത വരാവരം തരേണം അല്ലേ. ആ പരമസത്യത്തിൽ നിന്നും ഭിന്നമല്ല എന്ന ആ അഹന്തയെ തീർക്കാനുള്ള പ്രാർത്ഥനകൾ ഗുരു നിരവധി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റേത് എന്ന് ചിന്തിക്കുന്നതെല്ലാം എന്നിൽ നിന്ന് അന്യമല്ല എന്നാണ് ഗുരു പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം തുളസിയർ സാറ് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയ ഒരു ശ്ലോകമാണെന്ന് തോന്നുന്നു. ആത്മോപദേശ ശതകത്തിലെ 51ാമത്തെ ശ്ലോകം തോന്നുന്നു സാറ് പറഞ്ഞത്, അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായി വരും ഇതിനോടൊരു ഇദന്തവാമയായും. അതും നോട്ട് ചെയ്തു കേട്ടോ. അറിവിലിരുന്നൊരഹന്തയാദ്യമുണ്ടായി വരും ഇതിനോടൊരു ഇദന്തവാമയായും വരും ഇവ രണ്ടുലഭങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. എങ്ങനെയാ ഭഗവാൻ ഇതൊക്കെ രചിച്ചെന്ന് ആലോചിച്ച് നോക്കുക.
എത്ര പരമസത്യത്തിൻ്റെ ആ സൂക്ഷ്മതയിലേക്ക് നമ്മളെ ഗുരു എത്ര മഹത്തായ അറിവിലുമേറിയ അറിവിലേക്ക് നമ്മളെ കൊണ്ടുപോകണേ നോക്കി. അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരും. ആദ്യം തന്നെ ആ അഖണ്ഡബോധത്തിൽ നിന്ന് അഹന്തയ ഉണ്ടായി. ഞാൻ എന്ന ജീവൻ ആദ്യം തുടിച്ചത്. നമ്മുടെ അന്ധക്കരണത്തിലേക്ക് ആ ഈശ്വരാംശം പ്രതിബിംബിച്ചപ്പോൾ ആദ്യം ഉണ്ടായത് ഞാൻ എന്ന ബോധമാണ്. ആ ഞാനാണ് പിന്നെ അന്ധകരണത്തിലെ വാസനയോട് ചേർന്നുകൊണ്ട് ഞാൻ രാധയും ഗോവിന്ദനും ഗോപാലനും ഒക്കെ ആയിട്ട് ഇവിടെ ഇരുട്ടിലേക്ക് സഞ്ചരിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം അഖണ്ഡബോധത്തിൽ നിന്നും അറിവിൽ നിന്നും ആദ്യം ഉണ്ടായത് അഹന്തയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ജീവബോധമാണ് ആദ്യം ആ ബ്രഹ്മസത്യത്തിൽ നിന്ന് ഞാനെന്ന ജീവൻ തുടിച്ചപ്പോൾ ആദ്യം ഉണ്ടായത് ഞാനെന്ന ജീവബോധമാണ് ആദ്യമായി രൂപം കൊണ്ടത്. എന്നിട്ട് ഗുരു പറയാണ് അതിനോടൊരു ഇതന്തവാമയായും. അഹന്ത എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവം, ഇതെന്ത എന്ന് പറഞ്ഞാൽ ഇതെന്ന ഭാവം. അപ്പൊ ഞാൻ വന്നാൽ തീർച്ചയായും നീ വരും, ഒറ്റ സംശയമില്ല. അത് വന്നാൽ ഇതും വരും. അപ്പൊ അതിന്റെ വാമയായി എന്ന് പറഞ്ഞാൽ അതിന്റെ മറുവശമായി ഇതന്തയും വന്നു. ഇതെന്താ ഉണ്ടായി? അതാ ഇത് മനസ്സ്, ഇത് ശരീരം, ഇത് ബുദ്ധി, ഇത് പ്രപഞ്ചം, ഇതെന്റെ ചേട്ടൻ, ഇതെന്റെ ചേച്ചി, അല്ലെ? ഇങ്ങനെ ഈ അഹന്തയിൽ നിന്ന് വീണ്ടും ഇതന്തയുണ്ടായി. ആദ്യം പൊങ്ങിയത് അഹന്തയാണ്, ഞാൻ എന്ന ജീവനാണ്. അത് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതിന്റെ മറുവശമായിട്ട് ഇതന്തയും വന്നു. അവിടെ ശരീരമാണ്, ഇത് മനസ്സാണ്, ഇത് ബുദ്ധിയാണ്, ഇത് വൃക്ഷമാണ്, ഇത് പക്ഷിയാണ്, ഇതെൻ്റെ ബന്ധുവാണ്. അങ്ങനെ ഇത് വന്നത്, ഇതിൻ്റെ തുടക്കം ഈ അഹന്തയിൽ നിന്നാണ്, ആദ്യത്തെ ഞാനിൽ നിന്നാണ്. അങ്ങനെ ഈ അഹന്തയും ഗുരു പറയാണ് ഇവ രണ്ട് ഉലഭങ്ങൾ പോലെ. ഈ അഹന്തയും ഇതന്തയും, ഞാൻ എന്ന ബോധവും ഇത് എന്ന ബോധവും ഇത് എന്ന ചിന്തയും രണ്ട് ഉലഭങ്ങൾ പോലെ, രണ്ട് വള്ളികൾ പോലെ. ഉലഭം എന്ന് പറഞ്ഞ വള്ളികൾ, പടർന്നു പിടിക്കുന്ന ലത. രണ്ട് വള്ളികൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. ഈ ബ്രഹ്മശക്തി സ്പന്ദിച്ചുണ്ടായ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മറച്ചുകൊണ്ട് പടർന്നു കയറിയിരിക്കുന്നു. അത് എത്ര സത്യമാത്! ഏതിലുമുണ്ടല്ലോ ഞാനും എൻ്റേതുകളും, ഇതും അതും ഇതുമൊക്കെ. ഏതൊരു കാര്യം നമ്മൾ എടുത്താലും അവിടെ ഈ അഹന്തയും ഇതന്തയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ ഞാൻ എന്ന ജീവബോധത്തിന് പിന്നിലുള്ള ആ പരമസത്യത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റണില്ല. മറച്ചു വെച്ചിരിക്കുക. എന്തുകൊണ്ട്? അഹന്തയും ഇതന്തയും കൊണ്ട്. രണ്ട് വള്ളികൾ പോലെ ഈ പ്രപഞ്ചവൃക്ഷത്തെ മുഴുവൻ പടർന്നു കയറിയിട്ട് ആ പരമസത്യത്തെ മറച്ചിരിക്കുന്നു ഈ അഹന്തയും ഇതന്തയൊക്കെ എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താണ്? അഹം മമേതി വിജ്ഞാത മത്തോ നാന്യഹ എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ എന്ന് അറിയപ്പെടുന്നതെല്ലാം എന്നിൽ നിന്ന് അന്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ വെറുതെ ഒരു സ്വപ്നം കാണുന്നു എന്ന് വിചാരിക്കും. രാത്രി നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് ഉറക്കത്തിന് തൊട്ട് മുമ്പ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടപ്പോൾ നമ്മൾ കള്ളനെ കണ്ടു, പോലീസിനെ കണ്ടു, ഭയന്നു. ഇവിടെ അപ്പോൾ ഞാൻ വന്നു, ഭയം വന്നു, കള്ളം വന്നു, പോലീസ് വന്നു. ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായേ? എന്നിൽ നിന്നല്ലേ ഉണ്ടായത്. വെറുതെ ഒന്ന് ചിന്തിച്ചേ. ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ കള്ളനെയും പോലീസിനെയും ഒന്നും കൊണ്ടുപോയില്ലല്ലോ. എന്നിൽ നിന്നാണ് ഈ ചിത്രങ്ങളും ആ കണ്ട സംഭവങ്ങളും മുഴുവൻ എന്നിൽ നിന്നാണ് ഉണ്ടായത്. സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണർന്നപ്പോൾ അത് എന്നിലേക്ക് തന്നെ പോയി ലയിച്ചു. പക്ഷെ സ്വപ്നം കണ്ടതിൻ്റെ ശേഷിപ്പ് അവിടെ ഉണ്ട്. പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം വേർത്തിട്ടുണ്ടാവും, നമുക്ക് ഉള്ളിൽ അതിനെക്കുറിച്ച് പേടിയുണ്ടാവും, നമ്മൾ അതിനെക്കുറിച്ച് ഉണരുമ്പോഴും പറയും, അല്ലേ? പക്ഷെ ഇതെല്ലാം ഉണ്ടായത് എന്നിൽ നിന്നാണ്. അത് എന്നിലേക്ക് തന്നെയാണ് പോയി മറിഞ്ഞത്. അപ്പോൾ ഉണരുമ്പോൾ സ്വപ്നം കണ്ട ആള് എല്ലാം തന്നിൽ നിന്ന് തന്നെ കണ്ടിട്ട് തന്നിലേക്ക് തന്നെ ലയിക്കുകയാണ്.
അപ്പോൾ അതാണ് പറയുന്നത്, ഉണർന്നു വന്നപ്പോൾ കണ്ട ആൾ മാത്രമേ ഉള്ളൂ. സ്വപ്നവും ഇല്ല, കള്ളനും ഇല്ല, പോലീസും ഇല്ല, ഭയവും ഇല്ല. അത് സ്വപ്നം ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമുക്ക് പ്രപഞ്ച സൃഷ്ടിയൊക്കെ പറയുമ്പോൾ നമ്മളിൽ തന്നെ ഈ സൃഷ്ടി സ്ഥിതി ലയം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗുരു പറയണത്, അഹം മമേതി വിജ്ഞാതഃ മത്തോ നാന്യഃ. ഞാൻ എൻ്റേത് എന്നറിയപ്പെടുന്നതെല്ലാം എന്നിൽ നിന്ന് അന്യമല്ല എന്ന് പറയുന്നു. അപ്പോൾ ആരാണോ സർവ്വ ആഗ്രഹങ്ങളും വെടിഞ്ഞിട്ട് യാതൊന്നിലും മമതയില്ലാതെ, യാതൊന്നിലും പ്രത്യേകിച്ച് ആഗ്രഹമില്ലാതെ, ആശയില്ലാതെ സഞ്ചരിക്കുന്നത്, അവനാണ് ശാന്തിയെ അനുഭവിക്കുന്നത് എന്ന് ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാരോ സശാന്തിമതി ഗച്ഛതി. ആരാണ് ഇവിടെ ശാന്തതയോടെ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ, യഹാ സർവാൻ കാമാൻ വിഹായ. ആരാണോ, നമ്മൾ ബൗദ്ധ തത്വത്തിൻ്റെ ബേസ് അതാണ്. ദുഃഖത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം എന്ന് പറയും. ആശയെ നശിപ്പിച്ചാൽ നമുക്ക് ജനന മരണങ്ങളിൽ നിന്നും സുഖദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാം എന്നുള്ള ആ ഒരു തത്വത്തെ അധ്യാത്മ ആചാര്യന്മാർ സ്വീകരിച്ചിട്ടുണ്ട് ശരിക്കും. അപ്പോൾ ഭഗവത്ഗീത സമ്പ്രദായം അങ്ങനെ തന്നെ പറയണത്, യഹാ സർവാൻ കാമാൻ വിഹായ. ആരാണോ എല്ലാ ആഗ്രഹങ്ങളെയും വെടിഞ്ഞിട്ട് പുമാൻ നിസ്പൃഹ ചരതി. യാതൊരു പുരുഷനാണോ നിസ്പൃഹ, യാതൊന്നിലും പ്രത്യേകമായ ഇഷ്ടമില്ലാതെ സഞ്ചരിക്കുന്നത്, നിർമ്മമഹ, എൻ്റേതെന്ന ചിന്തയില്ലാതെ സഞ്ചരിക്കുന്നത്, നിരഹങ്കാരഹ, ഞാനെന്ന ചിന്തയില്ലാതെ സഞ്ചരിക്കുന്നത്, സശാന്തിമതി ഗച്ഛതി, അവന് ശാന്തി കിട്ടുന്നു. നമുക്ക് എപ്പോഴാണ് ദുഃഖം വരണേന്നറിയോ? നമ്മൾ ഒരിക്കലും ഒന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഓർത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ഈ ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ബന്ധങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് ഓർത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കാം ദുഃഖങ്ങൾ വരുന്നത്. അപ്പോൾ ഈ കണക്ട് ചെയ്ത് ഇങ്ങനെ അതെല്ലാത്തിലും ചിന്തിച്ചാൽ ഞാനും കാണും, എൻ്റേതും കാണും, അഹങ്കാരവും അഹന്തയൊക്കെ അതിനകത്ത് കാണും. അതിനെ കണക്ട് ചെയ്താണ് നമ്മൾ ഓരോന്ന് ചിന്തിച്ചു പോണത്. അപ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ വെറുതെ ഫോൺ എടുത്തൊരു കൂട്ടുകാരിനെ വിളിക്കാമെന്ന് ഓർത്ത് വിളിക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ അവരോടുള്ള അഹന്തയുണ്ട്, അവരോടുള്ള മമതയുണ്ട്. വിളിക്കുമ്പോഴാണ് എനിക്കുള്ള ദുഃഖം കൂടാഞ്ഞിട്ട് ഞാൻ എൻ്റെ ദുഃഖത്തിനൊരു അയവ് കിട്ടാനാണ് ഞാനൊന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനപ്പുറം ദുഃഖമാണ് അവിടെ നിന്ന് കിട്ടണത് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കുന്നത് നമ്മളുടെ ഈ അഹന്തയും മമതയൊക്കെയാണെന്ന് നമ്മളെ അധ്യാത്മശാസ്ത്രം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഓർക്കണം, ആത്മാവ് മാത്രമാണ് സത്യം. ബേസ് നമ്മളെല്ലാ സൂത്രങ്ങളുടെയും പഠനത്തിനൊടുവിൽ എത്തിച്ചേരുന്നത് എന്താ? ആത്മാവ് മാത്രമാണ് സത്യമായിരിക്കുന്നത്. അതിനപ്പുറം മറ്റൊരു സത്യമില്ല. ആ സത്യത്തിൽ നിരന്തരമായി ഉണ്ടാകുന്നതാണ് ഈ പ്രപഞ്ച പ്രവാഹം. ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും നിത്യനൂതനമായി ഓരോന്നും ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതുപോലെയെന്ന് പറഞ്ഞാൽ ഒരു സമുദ്രത്തിലെ തിരകൾ ഉണ്ടായി നിലനിന്ന് അതിലേക്ക് തന്നെ മറയുന്നത് പോലെ ഈ പ്രപഞ്ചമാകുന്ന സമുദ്രത്തിലിങ്ങനെ ആ പ്രപഞ്ച പ്രവാഹത്തിലിങ്ങനെ അനുസ്യൂതം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉണ്ടായി നിലനിന്ന് മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ മായയാണ്. മായാശക്തിയിലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത്. ആ മായാകൽപിതമായ പ്രപഞ്ച പ്രവാഹത്തെയാണ് നാം ഞാനെന്നും എൻ്റേതെന്നും ചിന്തയ്ക്ക് വിധേയമാക്കുന്നത്. അവിടെ തന്നെ കാര്യം വരും, കാരണം വരും, വിഷയം വരും, വിഷയി വരും ഒക്കെയായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ ബ്രഹ്മസത്യത്തിൽ നിന്നുണ്ടായ ഈ മായയെ കണ്ടിട്ടാണ്. പ്രപഞ്ച പ്രവാഹത്തെ ഉണ്ടാക്കി കാണിക്കുന്നത് മായയാണ്. ആ പ്രതീതിയിലാണ് ഞാനെന്നും എൻ്റേതെന്നും വിഷയമെന്നും വിഷയിയെന്നും കാരണമെന്നും കാര്യമെന്നും ഒക്കെ ചിന്തയ്ക്ക് വിഷയമാക്കുന്നത്. പക്ഷെ നമ്മൾ എത്രയൊക്കെ വേർതിരിച്ച് നമ്മളിത് കണ്ടാലും ഏകമായ സത്യത്തിൽ നിന്നും ഭിന്നമല്ല ഇതെന്ന് നമ്മൾ അറിയണം. ആ ഏകമായ സത്യത്തെ നമുക്ക് ഒരിക്കലും ദ്വൈതമാക്കാൻ പറ്റില്ല. എത്ര ഭിന്ന മനസ്സോടുകൂടി നമ്മൾ പലത് കാരണമായും കാര്യമായും വിഷയമായും ഒക്കെ നമ്മൾ പല രീതിയിൽ കണ്ടാലും ഒരിക്കലും
ഒരിക്കലും ആ ഏകാത്മക സത്യത്തെ നമുക്ക് ദ്വൈതമാക്കാൻ പറ്റുകയില്ല എന്ന് ഗുരു ഓരോ സൂത്രം കഴിയുമ്പോഴും ഉറപ്പിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. കാരണം എല്ലാ ദ്വൈത ഭാവങ്ങളും അസത്താണ്. രണ്ടെന്ന് എന്ത് കാണുന്നോ അതെല്ലാം പ്രതീതിയാണ്, ഇല്ലാത്തതാണ്. അതായത് ആത്മാവിൽ നിന്ന് അന്യമായി അതിന് ഉണ്മയില്ല. എന്ത് നമ്മളിവിടെ രണ്ടെന്ന് കാണുവോ അതെല്ലാം ആത്മാവിൽ നിന്ന് ഭിന്നമായ അതിന് അസ്തിത്വമില്ല. അതുകൊണ്ടാണ് വളരെ ലളിതമായിട്ട് ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ മമ മിണ്ടാവതല്ല ബത. നല്ല വേദാന്തമാണ്. ഏകമായി നിന്നെ രണ്ടായി കണ്ടത് കൊണ്ടുള്ള ഇണ്ടല എനിക്കിപ്പോൾ ദുഃഖം വന്നേക്കണത്. ഇനിയിപ്പോൾ എൻ്റെ ആഗ്രഹം എന്താ? പണ്ടേ കണക്ക് വരണം. ആ ഏതായിരുന്നു ഏത് ഏകതയിൽ നിന്നാണോ ഞാൻ വേർപെട്ടത് ആ ഏകതയിലേക്ക് തന്നെ എനിക്ക് വരണം. അതിന് എന്ത് വേണമെന്നാ പറയുന്നത്? നിൻ കൃപാവലികൾ ഉണ്ടാക വേണം. അതിന് ഭഗവാനെ നിന്റെ കാരുണ്യം വേണം. നമ്മളുമൊക്കെ ഗുരുപാദങ്ങളിൽ ശരണാഗതി പ്രാപിച്ചിരിക്കുന്നവരാ. ഭഗവാനെ എനിക്ക് ഈ സംസാര സാഗരത്തിൽ നിന്നൊരു മോചനം തരണേ. ഈ പ്രപഞ്ചത്തിലെ ഇരുട്ടുകൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. വല്ലാതെ മൃഗങ്ങളെക്കാൾ കാട്ടിലെ വന്യമൃഗങ്ങൾ എത്ര ശാന്തമായും സമാധാനമായിട്ട് ജീവിക്കണമെന്ന് നമുക്ക് തോന്നും. അതിലും കഷ്ടമായിട്ട് ആത്മവിദ്യക്ക് സങ്കോചമുണ്ടായപ്പോൾ ഈ ലോകം വല്ലാതെ പിശാച നഗരം പോലെ നമ്മളെ ഭയപ്പെടുത്തും കലിയുഗത്തിൽ എന്ന് ഗുരു നമ്മളെ പറഞ്ഞു. ദർശനമാല തുടക്കം തന്നെ പറഞ്ഞിട്ടാണ്. ഇന്ന് ആ കലികൽമഷങ്ങളും ഇരുട്ടും നന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെഞ്ച് പിളരുന്ന, ഹൃദയം പിളരുന്ന, കണ്ണടപ്പിച്ച് കളയുന്ന, ചെവി അടപ്പിച്ച് കളയുന്ന ഭയാനകമായ കാഴ്ചകളും ശബ്ദങ്ങളും ആക്രോശങ്ങളും അട്ടഹാസങ്ങളും കൊണ്ട് ഈ പ്രപഞ്ചം കൂടുതൽ ഇരുട്ടാർന്നതാകുമ്പോൾ ഗുരു നമ്മളോട് പറയുകയാണ്, ആ ഏകമായ സത്യം തന്നെയാണ് പലതായി പിരിഞ്ഞിരിക്കുന്നത്. ഓരോ അണുവിലും ആ ഈശ്വരാംശം സ്പന്ദിക്കുന്നുണ്ട്. ആ ഒരു അറിവ് നമ്മളെ എത്രയോ മഹത്തായ, എത്രയോ വലിയ ജ്ഞാനത്തിലേക്ക്, നമ്മളെ എത്രയോ വലിയ ജീവിത വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്ന് നാം ഓർത്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ഈ പഠന സങ്കേതത്തിലേക്ക് എത്തിയിരിക്കുന്നവർ ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് ഈ ഒരു അറിവിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നവർ ഒരിക്കലും ഇനി ആ അറിവിൽ നിന്ന് പുറകോട്ട് പോകരുത്. പാഠനങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കരുത്. നമുക്ക് മനസ്സിലായില്ലെങ്കിലും, നമുക്ക് പഠിച്ചെടുക്കാൻ ക്ലേശമാണെങ്കിലും, ശരീരത്തിന് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ വന്നാലും ഈ കേട്ടതിനെ തുറന്നു കേൾക്കണം, നമ്മുടെ ഈ ശരീരം വീഴുന്നത് വരെ. കാരണം നമുക്ക് അവിടെ മാത്രമേ രക്ഷയുള്ളൂ. വേറെ എന്തെല്ലാം നമ്മൾ എന്തിനൊക്കെ വേണ്ടി നമ്മൾ ഈ ലോകത്ത് ഓടിയാലും അതൊന്നും നമ്മളെ രക്ഷിക്കത്തില്ല. നമ്മൾ ഈ കേൾക്കുന്നത് മാത്രമാണ് നമുക്ക് വേണ്ടി ചെലവാക്കുന്ന നമ്മുടെ ജീവിതത്തിലെ സുന്ദരമായ അമൂല്യമായ നിമിഷങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ഒന്നും ഒരു രാഗവും ദ്വേഷവും ഒന്നുമില്ലാതെ ശാന്തമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എനിക്കിതിൻ്റെ വെളിച്ചം തരണേ ഗുരു, എൻ്റെ ദുഃഖങ്ങളെ എനിക്ക് തരണം ചെയ്യാൻ എന്നിൽ തന്നെ ഇരുന്ന് പ്രകാശിക്കുന്ന ആ പരമ്പൊരുളിന് സാധിക്കും എന്നൊരു ഉറച്ച ആത്മവിശ്വാസം നമുക്ക് വേണം. എന്തെല്ലാം രോഗം കൊണ്ട് വലയുമ്പോഴും, എന്തെല്ലാം വേദന കൊണ്ട് വലയുമ്പോഴും, മറ്റുള്ളവർ നമുക്ക് സങ്കടം തരുമ്പോഴും ഒക്കെ ചിലപ്പോൾ അറിയാം, നമുക്ക് എത്ര വേദന സഹിച്ചാലാണ് ഒരു രാത്രി കഴിഞ്ഞുകൂടുന്നത് നാം. അതൊക്കെ ശരീരം ഉണ്ടാക്കുന്ന വേദനയാണ്. പക്ഷെ അപ്പോഴും ആ ശരീരത്തെ ഇങ്ങനെ ജീവനാക്കി നിർത്തിക്കൊണ്ട് ഈശ്വരൻ കൊളുത്തി വെച്ചൊരു വിളക്ക് നമ്മിലുണ്ട്. അതിനെ അറിഞ്ഞ് നമ്മൾ സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ എല്ലാത്തിനെയും താങ്ങാനുള്ള ശക്തി നമുക്ക് കിട്ടും. അപ്പോൾ പറഞ്ഞു വന്നത്, അഹം മമേതി വിജ്ഞാതഃ മത്തോ നാന്യഃ. ഞാൻ എൻ്റേത് എന്ന് അറിയപ്പെടുന്നതെല്ലാം എന്നിൽ നിന്ന് അന്യമല്ല. എപ്പോഴും അത് ബേസാണ്, ഓർത്തോളണം. അപ്പോൾ ആത്മസ്വരൂപ ദർശനം ഉണ്ടാകുമ്പോൾ, പരമാത്മാനുഭവത്തിലേക്ക് എത്തുമ്പോൾ അഹന്ത, മമത, വിഷയം, വിഷയി, കാരണം, കാര്യം ഇങ്ങനെയുള്ള എണ്ണിയാലൊടുങ്ങാത്ത എല്ലാ ദ്വൈതഭാവങ്ങളും ആത്മാവിൽ നിന്ന് അന്യമല്ലെന്ന് വെളിവായി കിട്ടും. അപ്പോൾ നമ്മൾ പതുക്കെ ആ സത്യത്തിലേക്ക് പിച്ചവെച്ച് തുടങ്ങിയിട്ടുള്ളവരാണ് നമ്മൾ. ആത്മാവുണ്ടെന്ന് പോലും ഒന്ന് അറിയില്ലാത്തൊരു ജനവിഭാഗത്തിനോടാണ് ഗുരു അന്ന് ഇത് നമുക്ക് പകർന്നു വെച്ചത്. അതിന്ന് വെളിച്ചം കണ്ടു തുടങ്ങി. ഒരു പറഞ്ഞല്ലോ, 100 വർഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ വേദാന്ത സൂത്രം വരെയൊക്കെ നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു പ്രഭാവം ഇന്ന് ലോകത്ത് വെളിച്ചം കണ്ടു തുടങ്ങി എന്നുള്ളതാണ്.
അപ്പോൾ പറഞ്ഞു വന്നത്, പരമമായ സത്യത്തിലേക്ക് എത്തുമ്പോൾ അഹന്തയും മമതയും വിഷയവും കാര്യം കാരണം ഒക്കെ പരസ്പര ആശ്രിതമാണെന്നാണ് പറഞ്ഞു ഗുരു കൊണ്ടുവന്നത്. ഇതെല്ലാം ഇങ്ങനെ എണ്ണിയാൽ എന്തെല്ലാം ദ്വൈതഭാവങ്ങളുണ്ടോ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആ ദ്വൈതഭാവങ്ങളെ എല്ലാം തന്നെ ആത്മാവിൽ നിന്ന് അന്യമല്ലെന്ന് നമുക്ക് വെളിവായി കിട്ടും. ഗുരു ഇത് അനുഭവിച്ച അനുഭവമാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഗുരു ഗ്രന്ഥം വായിച്ചിട്ട് എഴുതിയതല്ല ഇത്. ഈ അനുഭവത്തിൽ ഇരുന്നു കൊണ്ടാണ് ഗുരു ലോകത്ത് വ്യവഹരിച്ചതും ഈ ലോകരോട് സംസാരിച്ചതും. എല്ലാവരും എന്താ പറയുക, ശിശിരീ കുർവതേ ശാന്തൈ കടാക്ഷൈ ശിഷ്യ സഞ്ചയാൻ, ഒരു ചെറിയ നോട്ടം കൊണ്ട് പോലും ഉള്ളിനെ തണുപ്പിച്ചുകൊണ്ട് അടുത്തടുത്ത് വന്നവരെ എല്ലാം തന്നിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് നിർത്തിയത് എന്താണ്? ഈ ഒരു അനുഭൂതിയാണ്. ഈ അനന്ത അനുഭൂതിയിൽ ഇരുന്നു കൊണ്ടാണ് ആ ഗുരുസവിധത്തിലേക്ക് രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞ് മതമാത്സര്യങ്ങൾ ഒഴിഞ്ഞ് എല്ലാവരും ആ പരമഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് അടുത്തത്. എന്തുകൊണ്ടാണ്? ഈ സ്വരൂപത്തിൽ ഗുരു ഇരുന്നുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഭാഗവതം അങ്ങനെയുള്ള വലിയ ഗ്രന്ഥങ്ങളൊക്കെ സർവ്വതാ പാരായണം ചെയ്തിരിക്കാത്തത്? കാരണം ഇവിടെ ജീവിതത്തിൻ്റെ നല്ല അനുഭവമുണ്ട്. ആ ജീവിതം കൊണ്ടാണ് ഗുരു ഇത് രചിച്ചിരിക്കുന്നത്. സ്വത്വത്തിൽ നിന്നാണ്. ചില ആളുകൾ പ്രസംഗത്തിലൊക്കെ പറഞ്ഞു കാണാം, ഗുരുവിൻ്റെ വ്യക്തിത്വം അതാണ്. സമ്മതിച്ചു കൊടുക്കരുത് അത്. കാരണം ഗുരുവിന് വ്യക്തിത്വം ഇല്ല. വ്യക്തിബോധം നശിച്ച് അസ്തിത്വബോധത്തിൽ ആ സ്വത്വബോധത്തിലാണ് ഗുരു വരുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ദാർശനികമായി തെറ്റാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കടലിലെ തിരയും കടലിൽ നിന്ന് വരുന്ന നമ്മൾ പറഞ്ഞത് ഞാനും എൻ്റേതുകളും ഒന്നും ആ പരമമായ സത്യത്തിൽ നിന്ന് അന്യമല്ലെന്ന് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ കടലിൽ നിന്ന് പൊന്തി വരുന്ന തിരയും തിരമാലയും നുരയും പതയും കുമിളയും എല്ലാം തന്നെ ആ കടൽ തന്നെയാണ്. ആ കടലിൽ നിന്ന് പേരിട്ട് ചിലപ്പോൾ കുറേ പേരുകളൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ആ നുര വന്നു, പത വന്നു, തിര വന്നു, പിന്നെ അടുത്ത തിര വന്നു എന്നൊക്കെ പറയുമ്പോൾ ആ വെള്ളം തന്നെയാണ് രൂപമാർന്ന് നിൽക്കുന്നത്. വെള്ളത്തിൽ നിന്ന് അന്യമല്ല എന്ന് അറിയണം. അപ്പോൾ അഹന്തയ്ക്കും മമതയ്ക്കും ഞാൻ എൻ്റേത് എന്നതിന് അഹന്ത പറഞ്ഞാലും മമത പറഞ്ഞാലും ഞാനെന്ന് പറഞ്ഞാലും എൻ്റേതെന്ന് അഹന്തയ്ക്കാണല്ലോ ഞാനെന്ന് പറയുക, മമത എന്ന് പറയുന്നതിനാണല്ലോ എൻ്റേതെന്ന് പറയുക. ഇത് ഓരോ വ്യക്തിയുടെയും നിലനിൽപ്പിൽ ഇതുണ്ട്. ഇതില്ലാത്ത ഒരു വ്യക്തിത്വം ഇല്ല. അപ്പോൾ നല്ല ഒരു ബന്ധമുണ്ട് നമ്മുടെ ജീവിതവുമായിട്ട്. മമത എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റേത് എന്ന പറ്റിച്ചേരൽ. ഈ എൻ്റേത് എന്ന പറ്റിച്ചേരൽ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇത് മാത്രമാണ് ഞാൻ എന്ന തെറ്റിദ്ധാരണയാണ്. ഞാൻ ശരീരമാണ്, എൻ്റെ മക്കൾ അവരില്ലെങ്കിൽ ഞാനില്ല, എൻ്റെ ഭർത്താവില്ലെങ്കിൽ ഞാനില്ല, എൻ്റെ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ളതാണ് മമത. ഇത് മാത്രമാണ് ഞാനെന്ന ബോധം. എൻ്റെ ശരീരമില്ലെങ്കിൽ ഞാനില്ല. അപ്പോൾ അങ്ങനെ ഇതിന് രണ്ടിനും നമ്മളുടെയൊക്കെ ഓരോ വ്യക്തിയുടെയും നിലനിൽപ്പിൽ അടിസ്ഥാനമായിട്ടുള്ളതാണ് ഈ അഹന്തയും മമതയൊക്കെ. അപ്പോൾ അതിൻ്റെ സത്യം തരണമെന്നാണ് ഗുരു പറയണത്. അത് വളരെ ദേഹത്തിൻ്റെ ഉണ്മയെ തൻ്റെ ഉണ്മയായി കരുതി ജീവിക്കുന്നവരാണ് നമ്മൾ. മുനിഗുരു നമുക്ക് വ്യാഖ്യാനം ചെയ്ത് തന്നേക്കണ പോലെ ദേഹോഹം ബുദ്ധി, ജീവോഹം ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് സ്വാമിജി അത് നമുക്ക് വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. അതായത് ദേഹത്തിൻ്റെ ഉണ്മയെ സ്വന്തം ഉണ്മയായി കരുതുന്നതിനെ ദേഹോഹം ബുദ്ധി എന്ന് പറയാം. ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധി. എന്താണ്? ദേഹത്തിൻ്റെ ഉണ്മയെ ഞാൻ ദേഹമാണ്, അതാണ് ദേഹത്തിൻ്റെ ഉണ്മയെ സ്വന്തം ഉണ്മയായി കരുതുന്നത് ദേഹോഹം ബുദ്ധി എന്ന് സ്വാമിജി അവിടെ പറയുക. അപ്പോൾ ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധി ഉള്ളവരെയാണ് ദേഹോഹം ബുദ്ധി ഉള്ളവരെന്ന് പറയുക. ഗുരു നമ്മളോട് പറഞ്ഞു, നാം ദേഹമല്ല അറിവാണെന്ന് പറഞ്ഞു തന്നു. നാം ശരീരമല്ല അറിവാണ് എന്ന് ഗുരു പറഞ്ഞു തന്നു. ഇവിടെ ഞാൻ ശരീരമാണ് എന്ന് കരുതി ജീവിക്കുന്നവരെ ദേഹോഹം ബുദ്ധി എന്ന് പറയും. അപ്പോൾ ഇവിടെ ആ ഒരു കൺസെപ്റ്റ്, ഒരു ലളിതമായ സ്തോത്രഗതി ശിവപ്രസാദ പഞ്ചകൻ രചിച്ചപ്പോൾ ഗുരു നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. പിടിപെട്ടു പുരണ്ടു മറിഞ്ഞു പിണക്കുടിയിൽ കുടികൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കുമരും കുടിനീർ അടിതട്ടി അകത്തു നിറഞ്ഞിരിനീ. വളരെ താളാത്മകമായി
രചിച്ചിരിക്കുന്ന ഗുരുവിൻ്റെ ഏറ്റവും ജനകീയമായ കൃതി. അതിനകത്ത് 2-ാം ശ്ലോകത്തിൽ തന്നെ ഗുരു പറയുക, പെട്ടിരിക്കുക, പിടിപെട്ട്, അഹന്തയിലും മമതയിലും പെട്ടിരിക്കുക നമ്മൾ. അതായത് നമുക്ക് അതിൽ നിന്ന് മോചനമില്ല. മോചനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ പരമസത്യത്തെ അറിയണം, അനുഭവിക്കണം. ഇല്ലാത്തിടത്തോളം കാലം ഞാനും എൻ്റേതും മാത്രമാണ് ജീവിതം. നമ്മൾ എത്രയൊക്കെ വേദാന്തം പറഞ്ഞാലും ഞാനും എൻ്റേതിനോട് മാത്രമാണ് നമുക്ക് പ്രിയം. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്ത് പഠിച്ചാൽ മതി. നമ്മൾ എത്ര തത്വജ്ഞാനം പറയുമ്പോൾ നമ്മുടെ നോക്കി ആരെങ്കിലും ഒന്ന് അവഹേളിച്ചാൽ പെട്ടെന്ന് നമ്മുടെ അഹന്തയും മമതയൊക്കെ എടുത്ത് പുറത്തേക്ക് വരും. ഒരു സംശയമില്ല അതിന്. അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തത്വം നമ്മുടെ ഉള്ളിലേക്ക് കയറ്റിവിടണേ ഭഗവാനെ, തെളിച്ചു തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ട് അതാ ഗുരു പറഞ്ഞാൽ, പിടിപെട്ട്, അഹന്തയും മമതയിലും പിടിപെട്ടിരിക്കുക നമ്മൾ. എന്നിട്ട് പുരണ്ടു മറിഞ്ഞ്, ഞാനും എൻ്റേതുകളിലും പുരണ്ടു മറിയുകയാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ, എൻ്റെ മക്കൾ, മക്കളുടെ ബന്ധുക്കൾ, അവരുടെ കൂട്ടുകാർ, പിന്നെ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോയി 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 പുരണ്ട് മറിയാണ് നമ്മൾ ബന്ധങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിലേക്ക്. എന്നിട്ടോ പിണക്കുടിയിലാണ് കുടികൊള്ളണമെന്ന് പോലും മറന്നു പോവുക. ജഡമായ ഈ ശരീരത്തിൽ ആ പ്രതിബിംബിച്ചിരിക്കുന്ന ജീവാംശമാണ് ഈ അഹന്തയിലും മമതയിലും സ്വരൂപം മറന്നിട്ടേ അഹന്തയിലും മമതയിലും പെട്ടിട്ട് ബന്ധത്തിൽ നിന്ന് ബന്ധങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ സ്വരൂപത്തെ ആത്മാർത്ഥമായി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കത് അറിയണം എന്ന്. എപ്പോഴുമില്ല. നമ്മളെ എന്തിൻ്റെയോ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട് ഇത് പഠിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പഠിക്കുന്നു. പക്ഷെ എൻ്റെ സ്വരൂപത്തെ അറിയലാണ് എൻ്റെ ലക്ഷ്യമെന്ന് ചിന്തിക്കുന്നവരിലെ 100-ൽ ഒരാളെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതാണ്. ആരെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് ദൈവമേ ഞാൻ ആരാണെന്ന് ചോദിക്കാറില്ലല്ലോ, അല്ലേ? എനിക്ക് എന്നെ ആ പരമസത്യത്തിലേക്ക് എത്തിക്കണം ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നവർ എത്ര കുറവായിരിക്കും, എത്രയൊക്കെ പഠിച്ചാലും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഗ്യാപ്പ് എപ്പോഴും ഉണ്ട്. അവിടെ നമ്മൾ ഫില്ലാക്കണമെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ ആ സത്യം തന്നെയാണെന്നുള്ള ഉറച്ച ബോധം നമുക്ക് വേണം. വെറുതെ അക്കാഡമിക് പഠനമല്ല, ഉറച്ച ബോധം. അതുകൊണ്ടാണ് ഗുരു പറയണത്, പിടിപെട്ട് പുരണ്ടു മറിഞ്ഞ് പിണക്കുടിയിൽ, ഈ ദേഹത്തിലും ജഡമായ ശരീരത്തിൽ പെട്ടിരിക്കുന്നു, ആ ശരീരം പെട്ടിരിക്കുന്നത് ഈ ജഡമയമായ പ്രപഞ്ചത്തിലുമാണ്. 2 രീതിയിലും അർത്ഥം എടുക്കാം. ജഡമയമായ ശരീരത്തിൽ പെട്ടു പിണക്കുടി, അല്ലെങ്കിൽ ജഡമയമായ പ്രപഞ്ചത്തിൽ പെട്ട്, എന്നിട്ട് ഞാൻ കുടിക്കുന്നതേ അരും കുടിനീരാണ്. ദുഃഖമാകുന്ന ആ പാനജലമാണ് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കുടിനീര് അരും കുടിനീരാണ്, ദുഃഖത്തിൻ്റെ കുടിനീരാണ്, ദുഃഖമാകുന്ന കുടിനീരാണ് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ശരീരം എടുത്താൽ ദുഃഖം, ഈ പ്രപഞ്ചത്തിലേക്ക് ജനിക്കുന്നതേ ദുഃഖം. സുഖവസ്തുവിനെ അറിയുന്നത് വരെ നമ്മൾ ദുഃഖം മാത്രമേ ലോകത്ത് അനുഭവിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അരും കുടിനീരാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അരും കുടിനീര് കുടിക്കുമ്പോഴും അത് സുഖാണെന്ന് പറഞ്ഞാൽ കുടിക്കണതേ. പക്ഷെ അത് നമ്മുടെ ഈ ശരീരം അനുനിമിഷം വീഴുന്ന ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് എന്ത് സുഖം എന്ന് പറയണം. ഈ പുരാണത്തിലൊരു കഥ പറയും. ദേവേന്ദ്രനെ, ഇത് ഭാഗത്താന്ന് കൃത്യമായിട്ട് ഓർക്കണില്ല. ദേവേന്ദ്രനെ നാട്ടിൽ പോയി വിശേഷമൊക്കെ അറിഞ്ഞു വരാനായിട്ട് ഭൂമിയിലേക്ക് വിട്ടു സ്വർഗത്തുനിന്ന്. അപ്പോൾ വന്നപ്പോൾ ആദ്യം കാണുന്ന ചെളിക്കുളത്തിൽ ഇങ്ങനെ പന്നികൾ കളിച്ച് പുളയ്ക്കുകയാണ്. അതിൻ്റെ പന്നിയുണ്ട്, അതിൻ്റെ കൂട്ടുകാരനുണ്ട്, മക്കളുണ്ട്, എല്ലാവരും കൊണ്ട് കളിച്ച് പുളയ്ക്കുകയാണ് ചെളിയിൽ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് പന്നിയുടെ രൂപം ധരിച്ചിട്ട് ഇന്ദ്രൻ ആ പന്നിക്കൂട്ടത്തിലേക്ക് കൂടി ഒരു പന്നിയെ കല്യാണം കഴിച്ചു. അപ്പോൾ അതിൽ മക്കളുണ്ടായി. അങ്ങനെ അവിടെ ആ ചെളിയിലും ആ ബന്ധത്തിലും അങ്ങനെ സുഖിച്ച് രസിച്ച് അങ്ങനെ കഴിയാണ്. അപ്പോൾ ഇതാണ് സുഖം എന്നാണ്. അപ്പോൾ നോക്കുമ്പോഴാണ് ഇന്ദ്രനെ കാണാനില്ല. തിരിച്ച് ആളെ ഒന്ന് അന്വേഷിക്കുമ്പോഴാണ് പറയണത്, ഇതെൻ്റെ ഭാര്യ, ഇതെൻ്റെ മക്കള്, എനിക്ക് ഈ ശരീരം വിട്ടിന് വരണ്ടാവും. അത്രയും ഈ പ്രപഞ്ചത്തിലെ ഈ ഭൗതികത, ഈ ശരീരവും ഈ ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന സുഖഭോഗങ്ങളൊക്കെ നമ്മളെ ഇങ്ങനെ ഇതിലിട്ട് ഭ്രമിപ്പിച്ച് കളയും. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് അരും കുടിനീരാണ്, ദുഃഖത്തിൻ്റെ കണ്ണുനീരാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദുഃഖമാകുന്ന കുടിനീരാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഗുരു പറയണം അത് അടിതട്ടിക്കളയണം. ഇപ്പം താലോലിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ താലോലിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഓർത്താൽ മതി.
ഇപ്പോൾ പലപ്പോഴും വയസ്സായ ചിന്ത, ഞാൻ എപ്പോഴും മരിക്കുക, ഞാൻ എങ്ങനെ മരിക്കും, എന്നെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ, ഇങ്ങനെയായിരിക്കും നമ്മൾ പുൽകുന്ന ഓർമ്മകൾ. എനിക്ക് അസുഖം വരുമോ, ഞാൻ അവസാനം വേദനിക്കുമോ, ഇതൊക്കെ ആയിരിക്കും ചിന്ത. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയാണ്. ഓരോ ഏജ് കഴിഞ്ഞാൽ എല്ലാവരുടെയും ചിന്ത അങ്ങനെയാണ് വരിക. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ ഈ ശരീരത്തിൻ്റെ പതനം ഉണ്ടാകും നമുക്ക് ഉറപ്പാണ്. അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിരിക്കും. അപ്പോഴും നമ്മൾ അതിനെ ചൈതന്യവത്താക്കി വെക്കുന്ന ആ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിനറിയാം നമ്മൾ എങ്ങടെ പോകണത്, എന്താ നമ്മുടെ അന്ത്യമെന്നും എങ്ങനെയൊക്കെ പോകുന്നു ഈശ്വരൻ അറിയാം. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ട അവിടെ. അപ്പോൾ പിന്നെ നമ്മൾ കരുതി വെക്കാമെന്നേ ഉള്ളൂ. പക്ഷെ കരുതി വെച്ചാലും അത് എങ്ങനെയാവും എന്നുള്ളത് ഈശ്വരനെ അറിയൂ എന്നുള്ളത് ചിന്തിച്ച് എടുക്കേണ്ടതുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ കരുതുന്ന പോലെ അല്ലല്ലോ ഒന്നും നടക്കണത്. ഈശ്വരൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ലേ എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, സർവ്വതാ ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ കടന്നു പോവുക. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഗുരു പറയണത്, അരും കുടിനീര് അടി തട്ടിക്കളഞ്ഞിട്ട് അകത്ത് നിറഞ്ഞിരിക്കാൻ പറയുകയാണ്. ഞാൻ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക ജീവിതത്തിൽ എൻ്റെ എന്താ പറയുക, പൊരുള്, ഉടമ്പ്, മക്കള്, ഉയിർത്തിരള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ താലോലിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ അങ്ങ് അടി തട്ടിക്കളഞ്ഞിട്ട് അകത്ത് നീ ഒന്ന് നിറഞ്ഞിരിക്കും ഭഗവാനെ. ഞാൻ തട്ടിക്കളഞ്ഞാലേ ഞാൻ വിടുകയുള്ളൂ. നീ തന്നെ വന്ന് തട്ടണം അത്. അല്ലാതെ ഞാനിങ്ങനെ പിടിച്ചോണ്ടേയിരിക്കും എൻ്റെ 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 എന്നും പറഞ്ഞു. അതുകൊണ്ട് നീ തട്ടിക്കളഞ്ഞിട്ട് ഭഗവാനെ അതിൻ്റെ സ്ഥാനത്ത് ആ അമൃത സ്വരൂപനായ നീ ഒന്നും നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ഗുരു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. അപ്പോൾ നമ്മൾ ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാനെ എനിക്ക് ശാന്തതയും സമാധാനവും സ്വസ്ഥതയും തരണേ എൻ്റെ ജീവിതത്തിൽ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കാനുള്ളൂ. അസ്വസ്ഥമായതൊന്നും നമ്മൾ ചോദിക്കാൻ നിൽക്കണ്ട എന്നർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ദേഹോഹം ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ദേഹമാണെന്നുള്ള ചിന്ത. ഇനി ജീവോഹം ബുദ്ധി എന്ന് പറഞ്ഞാൽ അവിടെയും എന്താ പറയുക, ജീവചേതനയാണ് ഞാൻ എന്നുള്ള ചിന്ത വരുന്നവരെ ഞാൻ ജീവനാണെന്ന് ചിന്തിക്കുന്നത് ജീവോഹം ബുദ്ധിയും, ഞാൻ ദേഹമാണെന്ന് ചിന്തിക്കുന്നത് ദേഹോഹം ബുദ്ധിയുമാണ്. രണ്ടും അജ്ഞാനത്തിൽ തന്നെയാണെന്നാണ് സ്വാമിജി നമുക്ക് വ്യാഖ്യാനത്തോടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവിടെ ദേഹോഹം ബുദ്ധിയിൽ ദേഹം എന്നതിന് അവിടെ അഹത്തിന് ദേഹത്തോടാണ് താതാത്മ്യം. ഞാൻ ദേഹമാണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ സത്തയ്ക്ക് ദേഹത്തിനോടാണ് താതാത്മ്യം വരിക. ഇനി ജീവോഹം ബുദ്ധി വരുമ്പോൾ ഞാൻ ജീവനാണെന്ന് ഉള്ള ചിന്ത വരും. ആ ജീവനാണെന്നുള്ള ചിന്ത വരുമ്പോൾ തന്നെ അതിനകത്ത് വരുന്ന നമ്മൾക്ക് വരുന്ന ചിന്തകൾ, നമ്മളുടെ ഭാവനകൾ, നമ്മളുടെ എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് ഭിന്നമാണെന്ന് കരുതി നമ്മൾ ചിന്തിക്കും. ഞാൻ ജീവനാണെന്ന് പറയുമ്പോഴും അത് സ്വാമിജി ഇങ്ങനെ പറഞ്ഞേക്കണം, ബോധത്തിലുണ്ടാകുന്ന എല്ലാ ഭാവനകളും ആശയങ്ങളും വികാരങ്ങളും എൻ്റേതെന്ന് കരുതുന്നു. ഈ ജീവോഹം ബുദ്ധി വരുമ്പോൾ ജീവനിൽ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന വികാരവും അതെല്ലാം ആത്മചൈതന്യത്തിൻ്റെ നീ സത്യം ജ്ഞാനം ആനന്ദം എന്നാണല്ലോ ബ്രഹ്മത്തിൻ്റെ സ്വരൂപ ലക്ഷണം. അതിൽ ആനന്ദമാണ് ഈ സുഖവും ദുഃഖവും ചിന്തയും ഇങ്ങനെയുള്ള എല്ലാതുമായിട്ട് വരുന്നത്. പക്ഷെ അത് നമ്മളെ ആ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായിട്ട് എൻ്റെ ചിന്ത, എൻ്റെ ആനന്ദം, എൻ്റെ സുഖം എന്ന് കരുതി പോകുന്നതിനെയാണ് ജീവോഹം ബുദ്ധി എന്ന് പറയുന്നത് എന്ന് അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. രണ്ടും ദേഹമാണ് ഞാനെന്നുള്ള ബുദ്ധിയും ജീവനാണ് ഞാനെന്നുള്ള ബുദ്ധിയും അജ്ഞാനത്തിൽ തന്നെയാണെന്ന് അത് പറഞ്ഞ് അതിനെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഗുരുവിൻ്റെ ദർശനമാലയിൽ ഗുരു പറയുന്നുണ്ട്, ജ്ഞാനമേകം ഹി നിരുപാധികം സോപാധികം. അത് ഏത് കൃതിയാന്ന് അറിയാമോ? ദർശനമാലയിൽ ഏത് ദർശനാണത്? ജ്ഞാനദർശനം, 1ാമത്തെ ശ്ലോകം. അതെങ്ങനെയാണ്? ജ്ഞാനമേകം ഹി നിരുപാധികം സോപാധികം ചെയ്ത് അഹങ്കാരാദിഹീനം യജ്ഞാനം തത് നിരുപാധികം. അവിടെയും ഗുരു പറയുന്നുണ്ടല്ലേ, ജ്ഞാനം ഒന്നേ ഉള്ളൂ, അത് സോപാധികമെന്നും നിരുപാധികമെന്നും ഉണ്ട്, രണ്ടായിട്ട് വകതിരിഞ്ഞു എന്നേ ഉള്ളൂ. ജ്ഞാനം ഒന്നേ ഉള്ളൂ, അത് നമ്മൾക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഗുരു പറയും അത് നിരുപാധികമെന്നും സോപാധികമെന്നും രണ്ടായിട്ട് തിരിഞ്ഞിരിക്കുന്നു. അതിലെ
നിരുപാധിക ജ്ഞാനം ഏതാണെന്ന് ഗുരു പറയുന്നുണ്ട്. അഹങ്കാരാദികളില്ലാത്ത ഞാൻ എൻ്റേത് എന്ന ചിന്ത അസ്തമിക്കുന്ന ഇടമാണ് ഏത്? നിരുപാധിക ജ്ഞാനം. ആ സോപാധിക ജ്ഞാനം അടുത്ത ശ്ലോകം ഒന്ന് വായിച്ചേ. ജ്ഞാനദർശനത്തിലെ 2ാമത്തെ ശ്ലോകം. അഹന്തയാ യദേവമിദന്തയാ. ആ അപ്പൊ അത് അവിടെ സോപാധിക ജ്ഞാനവും നിരുപാധിക ജ്ഞാനവും ഗുരു പറയുക. അഹന്ത കൊണ്ട് അന്തഹ ബഹിരസ്തി യഥേവമിദന്തയ. അകത്തുനിന്നും പുറത്തുനിന്നും ഇത് അത് ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വെച്ചുകൊണ്ടുള്ള ആ ജ്ഞാനത്തിനെ നമ്മൾ സോപാധിക ജ്ഞാനം എന്ന് പറയുന്നു. അഹന്തയാ അന്തർബഹിരസ്തി യഥേവമിദന്തയാ ഭാനവൃത്യാൻവിതം യത്തു ജ്ഞാനം സോപാധികം മതം. അതിൻ്റെ ആശയം ഒന്ന് നോക്കി ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ. ജ്ഞാനദർശനത്തിലെ 1ഉം 2ഉം ശ്ലോകം നമ്മൾ നോട്ട് ചെയ്യണം. ഞാൻ സമയം തീർക്കേണ്ടതുള്ളത് കൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ പ്രാണി ശരീരങ്ങൾ, ജീവികൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ ജീവികൾ ഉണ്ടാവുകയും വളരുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എന്താ പറയുക, അവരുടെ ഭൗതികമായും അതുപോലെ തന്നെ ജനിതകപരമായും രാസപരമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ജീവശാസ്ത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം സ്വാമിജിയുടെ വ്യാഖ്യാനത്തിൽ വളരെ കൃത്യമായി നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതെല്ലാം നമുക്ക് കോട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇവിടെ നിരവധി പ്രാണിശരീരങ്ങളുണ്ട്, ജീവശരീരങ്ങളുണ്ട്. ഈ ജീവികൾ ഉണ്ടാകുന്നത് എങ്ങനെ, വളരുന്നത് എങ്ങനെ, അവയ്ക്ക് ജനിതകമായിട്ടുള്ള അവയുടെ മാറ്റം, രാസപരമായിട്ടുള്ള മാറ്റം, ഭൗതികമായിട്ടുള്ള മാറ്റം, ഇതെല്ലാം ബയോളജി ജീവശാസ്ത്രം വളരെയധികം നന്നായി വളർത്തിയെടുത്തിട്ടുണ്ട്. അത് രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അതിനെ നമുക്ക് എന്താ പറയുക, അങ്ങനെ ജനിതക കാര്യങ്ങളെ ശേഖരിച്ച് വെച്ചിട്ടുള്ള DNA എന്ന തന്മാത്ര കണ്ടുപിടിച്ചതോടുകൂടിയാണ് സയൻസ് ഇത്രയും വളർന്നത് എന്ന് സ്വാമിജി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ DNA എന്ന തന്മാത്ര കണ്ടുപിടിച്ചതോടുകൂടി അണ്ഡവും ബീജവും ചേർന്ന് ജീവവസ്തുവിൻ്റെ ആദ്യത്തെ കോശം രൂപപ്പെടുന്നത് മുതൽ മരിക്കുന്നത് വരെ ജീവികളിൽ നടക്കുന്ന എല്ലാ ഭാവാന്തരങ്ങളും ശാസ്ത്രത്തിന് മുമ്പിലുണ്ട്. ഇതെന്തിനാ പറയണേന്നുള്ളത് ശ്രദ്ധിച്ചോളണം. ജീവശാസ്ത്രം ഒത്തിരി വളർന്നിട്ടുണ്ട്. ജീവികളുടെ എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളും ജീവശാസ്ത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. DNA നമ്മുടെ ജനിതക ഘടകങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതായത് ഗുരു പിണ്ടനന്ദി പറഞ്ഞ പോലെ അണ്ഡവും ബീജവും ചേർന്ന് ആദ്യത്തെ കോശം രൂപം കൊള്ളുന്നത് മുതൽ മരിക്കുന്നത് വരെ ജീവികളിൽ നടക്കുന്ന എല്ലാ ഭാവാന്തരങ്ങളും ശാസ്ത്രത്തിൻ്റെ മുൻപിലുണ്ട്, നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നിരന്തരം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരം ആ നിത്യം, അതാണ് പറഞ്ഞത് ഇങ്ങനെ പ്രപഞ്ച പ്രവാഹത്തെ എന്നും നിത്യനൂതനമാക്കി വെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോശത്തിൻ്റെ ആയുസ് 45 ദിവസം മുതൽ 1.5 വർഷം വരെയാണെന്ന് പറയും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോശങ്ങളുടെ ആയുസ്. അപ്പം അതിനുള്ളിൽ പുതിയ പുതിയ കോശങ്ങൾ വന്നുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ ഓർക്കണം, ഈ ശരീരമാകുന്ന വാഹനം ഓടിക്കുന്ന ആ ഡ്രൈവർ ഒന്നാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോരുമെന്നർത്ഥം. ഇപ്പം എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ കോശങ്ങളും ഇങ്ങനെ അനുസ്യൂതം മാറുമ്പോഴും ഞാൻ എന്നതിൻ്റെ നിലനിൽപ്പിനെ ഈ മാറ്റം ബാധിക്കുന്നില്ല എന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. നമുക്ക് കോശങ്ങൾ നിരന്തരം ഉണ്ടാകുകയും നശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ തുടിക്കുന്ന ആ ജീവാംശത്തിന് ഒരു മാറ്റവും ഇല്ല. ജനിച്ചപ്പോൾ ഉണ്ടായ ആ ഞാൻ തന്നെയാണ് വാർദ്ധക്യത്തിൽ നമ്മുടെ ഈ ശരീരം നശിക്കുന്നത് വരെയും ആ ജീവന് ഒരു മാറ്റവും വന്നിട്ടില്ല. മാറുന്ന ശരീരത്തിൽ മാറ്റമില്ലാതെ നിൽക്കുന്നു ഞാൻ എന്ന ജീവബോധം, അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ജീവബോധമാണ്, ആ മാറ്റമില്ലാതെ നിൽക്കുന്ന ആ ജീവബോധമാണ് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും എൻ്റേത് അഥവാ എൻ്റെ എന്ന അറിവിന് വിഷയമാക്കി കരുതുന്നത്. കാരണം നമ്മൾ പറഞ്ഞത്
അന്ധകരണത്തിലേക്ക് ബോധാംശം പ്രതിബിംബിച്ചിരിക്കുന്നത് കൊണ്ട് ഏത് അന്ധകരണത്തിലാണോ ആ ജീവൻ പ്രതിബിംബിച്ചത് ആ അന്ധകരണത്തിൻ്റെ വാസനയ്ക്ക് അനുയോജ്യമായി സഞ്ചരിക്കും. ഇത് രാമായണം പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വളരെ നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ ഈ ഈശ്വര ചൈതന്യം പ്രതിബിംബിച്ചിരിക്കുന്നത്, ആ ജീവാംശം പ്രതിബിംബിച്ചിരിക്കുന്നത് ഏത് അന്ധകരണത്തിലാണോ ആ അന്ധകരണം പൂർവ്വകർമാർജിതമായി ഏത് വാസനയിലാണോ വന്നത് ആ വാസനയ്ക്ക് അനുസരിച്ച് ആത്മാവിനും പ്രപഞ്ചം ഉണ്ടാവുകയാണ്. അതാണ് എന്താ പറഞ്ഞേ, രാമായണം പറയുന്നുണ്ടല്ലോ, ഒരു ഒരു യാതൊരളവ് ദേഹേന്ദ്രിയ അഹങ്കാര ബുദ്ധിയോട് താതാത്മ്യ, വരികൾ ഓർക്കുന്നില്ല, അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും. ഈ ഗുരു പറഞ്ഞ 1000 തരം ഇരുണ്ട ആശയം പ്രതി ചുരുണ്ടെന്നൊക്കെ ഗുരു പറയണ അതാണ്. ഏത് അന്ധകരണത്തിലേക്കാണോ പ്രതിബിംബിച്ചിരിക്കുന്നത് അതെ അതെ അത് അവിടെ അത് ആ വരി അല്ല ടീച്ചറെ, ആ ഭാഗത്തല്ല. എനിക്ക് തോന്നുന്ന താരോപദേശത്തിലാണെന്ന് തോന്നുന്നത്. അത് താരോപദേശത്തിലാണ്. അത് നമുക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് പോകുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നോക്കി വെച്ചോളൂ. അതിനകത്ത് പറയുന്നുണ്ട്, രക്താതി സാന്നിധ്യം ഉണ്ടാകുക കാരണം സ്വച്ഛ സ്ഫടികവും തദ്വർണ്ണമായി വരും. ഒരു 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 ചെമ്പരത്തിപ്പൂ കൊണ്ടുവന്ന് ഒരു സ്ഫടികത്തിന്റെ മുന്നിൽ വെച്ചാല് അത് ഓഡിയോ മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ പറയാം ഓഡിയോ മ്യൂട്ട് ചെയ്തോളൂ. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയില്ലേ, നമ്മളിൽ എല്ലാവരിലും ഇരിക്കുന്ന ജീവാംശം ഒന്നായിട്ടും എന്തുകൊണ്ടാണ് പലരും പല സ്വഭാവങ്ങളിൽ വ്യവഹരിക്കുന്നത്? ചിലർ എന്തുകൊണ്ടാണ് മൃഗങ്ങളെ പോലെ പെരുമാറി? ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്നത് കാഴ്ച നമ്മൾ കണ്ടു, ഇഞ്ചിഞ്ചായി കൊല്ലുന്ന കാഴ്ച കണ്ടു അല്ലേ? അതും മനുഷ്യ ശരീരത്തിലാണ് വന്നത്. അവനിലുമുണ്ട് ജീവചൈതന്യം അല്ലേ? അപ്പോൾ ആ അന്ധകരണത്തിന് അനുയോജ്യമായി ഈ ആത്മാവിന് സംസാരം എത്തും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സത്യം അറിഞ്ഞ് യാത്ര ചെയ്യണമെന്ന് പറയണത്. സത്യം അറിഞ്ഞ് നമ്മൾ എന്ന് യാത്ര ചെയ്യുന്നോ അന്നാണ് നമ്മൾ നേർവഴിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നത്. ഏത് കള്ളനെയും കൊലപാതകയിലും ഈ ജീവാംശം തുടിക്കുന്നുണ്ട്, ഈശ്വരാംശം തുടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനമലർ കൊയ്യണം എന്ന് പറയണത്. മനസ്സിലെ രാഗദ്വേഷാദി കാമാദികൾ ഈശ്വരൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കണമെന്ന് പറയണതൊക്കെ അതുകൊണ്ടാണ്. അന്ധകരണം ഏത് കള്ളൻ്റെയും കൊലപാതകിയുടെ ഉള്ളിൽ അവനും ആ വാസനകളെ ത്യജിച്ചാൽ ഈശ്വരാംശത്തിലേക്ക് ലയിക്കാം. പക്ഷേ എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും ആ ഒരു അറിവിലേക്ക് എത്താനായിട്ട് സാധിക്കുമോ? അറിയില്ല. അപ്പം നമ്മളിപ്പോൾ ശാരീരികമായി നമ്മൾ മരിച്ചാലും ആ ജീവാംശം, ഞാൻ എന്ന ജീവാംശം നിലനിൽക്കും, അതിന് നാശമില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ശരീരം ഉണ്ടാകുന്നതിന് മുന്നിലും അറിവായ നാം ഉണ്ടായിരുന്നു, ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് ഗുരു പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പിതൃക്കൾക്ക് ബലിയിടണമെന്ന് പറയുമ്പോൾ പോലും അവരുടെ ശരീരത്തിൻ്റെ ആ അംശമാണ് നമ്മളുടെ ശരീരമായിരിക്കുന്നത്. ആത്മാവ് പുനർജനിച്ചു പോകും, പക്ഷേ ആ ശരീരാംശം നമ്മളിലാണ് അതിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഓർമ്മയോർത്തുകൊണ്ട് നമ്മൾ അവിടെ സമർപ്പണം ചെയ്യണത്. അവർ തന്ന ശരീരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബേസ്മെൻറ്റ്. അവിടെയാണ് ഈ സമർപ്പണമൊക്കെ വരണത്. അപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ഇപ്പോൾ DNA കുറിച്ച് പഠിക്കുമ്പോൾ 50 വർഷം മുമ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ജനിതക ഘടനയെ നിർണ്ണയിക്കുന്ന DNA ഇല്ല. ഇനി ഒരു 100 വർഷം കഴിഞ്ഞാലും ഈ DNA ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ നിലനിർത്തിയിരുന്ന ജീവൻ ശാശ്വതമായി ഉണ്ടാവും. ജനിതക ഘടനകളൊക്കെ മാറും, പക്ഷേ ആ ജീവൻ ശാശ്വതമായി ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഈ സത്യമാണ് ഗുരു നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റേത് എന്ന് പ്രതീതമാകും, ഞാൻ എൻ്റേത് എന്ന് അറിയപ്പെടുന്നതെല്ലാം ആ പരമമായ സത്യത്തിൽ നിന്നും ഭിന്നമല്ല, ആ സത്യം തന്നെയാണ് എന്ന് നിരവധി ഉദാഹരണങ്ങളിലൂടെയും ഗുരുദേവ കൃതികളിലൂടെയും ഒക്കെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് ആ സൂത്രം ഏകദേശം ഒന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. ഏതായാലും റെഫറൻസ് ടെസ്റ്റുകളെല്ലാം നന്നായി പഠിക്കണം. ഇതിൻ്റെ അടുത്ത സൂത്രം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ക്ലാസ് ശ്രവിച്ച എല്ലാവർക്കും നന്ദി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു.